ഹായ് സ്റ്റുഡൻസ്, നെറ്റ്വർക്ക് അനലൈസിസ് എന്ന ചാപ്റ്ററാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. നെറ്റ്വർക്ക് അനലൈസിസിൽ അതിൻ്റെ രണ്ട് ടൈപ്സിലുള്ള ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ പഠിച്ചു. ഏതൊക്കെയായിരുന്നു ആ രണ്ട് ടൈപ്സ് ടെക്നിക്സ്? ഫസ്റ്റ് വൺ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് ഓർ CPM. സെക്കൻഡ് വൺ പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക് ഓർ PERT. ഫസ്റ്റ് വൺ CPM മെത്തേഡിലുള്ള പ്രോബ്ലംസ് നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക് ഓർ PERT ടൈപ്പിലുള്ള പ്രോബ്ലംസ് ആണ്. ഇതിൻ്റെ തിയറി പാർട്ട് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. എങ്കിലും അതിനെ ബേസ് ചെയ്തിട്ടുള്ള സിമ്പിളായിട്ടുള്ള തിയറി പോർഷൻസ് താഴെ എഴുതിയിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാം. ഓക്കെ, PERT ഈസ് എ പ്രോബബിലിസ്റ്റിക് മെത്തേഡ് വേർ ദ ആക്ടിവിറ്റി ടൈംസ് ആർ റെപ്രസെൻറ്റഡ് ബൈ എ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. PERT എന്ന് പറയുന്നത് ഒരു പ്രോബബിലിസ്റ്റിക് മെത്തേഡാണ്. എന്താണ് ഈ പ്രോബബിലിറ്റി എന്ന വേർഡിൻ്റെ മീനിങ്? നമുക്കറിയാം, പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ സാധ്യത എന്ന മീനിങ് ആണ് അല്ലേ. അപ്പോൾ PERTലെ മെത്തേഡ് യൂസ് ചെയ്യുന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? പ്രോബബിലിറ്റീനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. വേർ ദ ആക്ടിവിറ്റി ടൈംസ് ആർ റെപ്രസെൻറ്റഡ് ബൈ എ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഇതിൽ വരുന്ന ആക്ടിവിറ്റി ടൈംസ് എല്ലാം റെപ്രസെൻറ്റ് ചെയ്യുന്നത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. PERT എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോബബിലിസ്റ്റിക് മെത്തേഡ് വേർ ദ ആക്ടിവിറ്റി ടൈംസ് ആർ റെപ്രസെൻറ്റഡ് ബൈ എ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ഇനി ദിസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ആക്ടിവിറ്റി ടൈംസ് ഈസ് ബേസ്ഡ് ഓൺ 3 different time estimates. Three different time estimates made for each activity which are follows. ഇതിൽ വരുന്ന ആക്ടിവിറ്റി ടൈംസ് 3 ടൈപ്പിലുള്ള ടൈം എസ്റ്റിമേഷനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് PERTൽ 3 ടൈപ്പിലുള്ള ടൈം എസ്റ്റിമേഷൻ വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഓപ്റ്റിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ്, TO എന്നതിനെ റെപ്രസെൻ്റ് ചെയ്യാം. ഓപ്റ്റിമിസ്റ്റിക് എന്നതിൻ്റെ ഫസ്റ്റ് ലെറ്റർ O, പിന്നെ ടൈം എന്നതിൻ്റെ ലെറ്റർ T. അങ്ങനെ TO എന്നാണ് അതിനെ റെപ്രസെൻ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ A എന്നും റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്. രണ്ടാമത്തേത് മോസ്റ്റ് ലൈക്ലി ടൈം എസ്റ്റിമേറ്റ്, അതിനെ TM എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. മോസ്റ്റ് എന്നതിലെ M ഓർ M എന്നും അതിനെ റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്. അടുത്തത് പെസിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ്, അതിനെ TP എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. പെസിമിസ്റ്റിക് എന്നതിൻ്റെ ഫസ്റ്റ് ലെറ്റർ P, അങ്ങനെയാണ് TP. അതല്ലെങ്കിൽ അതിനെ ഓർ B എന്നും റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ എയും എമ്മും ബിയും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അത് ഓപ്റ്റിമിസ്റ്റിക് ആണ്, മോസ്റ്റ് ലൈക്ലി ആണ്, പെസിമിസ്റ്റിക് ആണ് എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇതുകൂടി പറഞ്ഞു തന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നും കഴിഞ്ഞ തിയറി പാർട്ടിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞതാണ്, എങ്കിലും ഒന്നുകൂടി പറയാം. അപ്പോൾ നമുക്കിപ്പോൾ മനസ്സിലായ കാര്യം എന്താ? PERTൽ ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള 3 എസ്റ്റിമേഷൻ ടൈം ഉണ്ട്. അതിൽ ഒന്നാമത്തെയാണ് ഓപ്റ്റിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ്, TO എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഈ ഓപ്റ്റിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന മിനിമം ടൈമിനെയാണ് എന്ത് വിളിക്കുന്നത്? ഓപ്റ്റിമിസ്റ്റിക് ടൈം എന്ന് പറയുന്നത്. രണ്ടാമത്തേത് മോസ്റ്റ് ലൈക്ലി ടൈം എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന നോർമൽ ടൈമിനെ, സാധാരണ ഉപയോഗിക്കുന്ന ടൈമിനെയാണ് എന്ത് വിളിക്കുന്നത്? മോസ്റ്റ് ലൈക്ലി ടൈം എന്ന് പറയുന്നത്. പെസിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന മാക്സിമം ടൈമിനെയാണ് എന്ത് വിളിക്കുന്നത്? പെസിമിസ്റ്റിക് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ PERTൽ ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ടൈം എസ്റ്റിമേറ്റ്സ്, ഫസ്റ്റ് വൺ ഓപ്റ്റിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ് ഓർ TO, മോസ്റ്റ് ലൈക്ലി ടൈം എസ്റ്റിമേറ്റ് ഓർ TM, പെസിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ് ഓർ TP. ഓക്കെ, അപ്പോൾ TO, TM, TP എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് ഏതിനൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. സോ നന്നായി വായിച്ച് മനസ്സിലാക്കണം. ഇനി അടുത്ത പോയിന്റ്, ഫോർ ദീസ് 3 എസ്റ്റിമേറ്റ്സ് വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ എക്സ്പെക്റ്റഡ് ടൈം ഓഫ് ആൻ ആക്ടിവിറ്റി. ഈ 3 എസ്റ്റിമേഷനും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ എക്സ്പെക്റ്റഡ് ടൈം. അതായത് നമ്മുടെ ക്വസ്റ്റ്യനിൽ അതിൻ്റെ കറക്റ്റ് ഓരോ ആക്ടിവിറ്റിയുടെയും ഡ്യൂറേഷൻ എത്രയാണ് എന്ന് തന്നിട്ടുണ്ടാവില്ല. CPMൽ തന്നിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യനിൽ, പക്ഷേ ഇവിടെ തരാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കും. അപ്പോൾ അതിനെ വിളിക്കുന്നതാണ് എക്സ്പെക്റ്റഡ് ടൈം, അല്ലെങ്കിൽ അതിൻ്റെ കറക്റ്റ് ഡ്യൂറേഷൻ എന്നും പറയാം. ഓക്കെ, ആ എക്സ്പെക്റ്റഡ് ടൈം കാണാനുള്ള ഇക്വേഷനാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അതിനെ എക്സ്പെക്റ്റഡ് ടൈം എന്നതിനെ നമുക്ക് TE എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. TE ഈക്വൽ ടു TO പ്ലസ് 4TM പ്ലസ് TP ഡിവൈഡഡ് ബൈ 6. ഒന്നുകൂടി പറയാം, TE ഈക്വൽ ടു TO പ്ലസ് 4TM പ്ലസ് TP ഡിവൈഡഡ് ബൈ 6. ഇനി അടുത്തത് ഇതിൽ ഉപയോഗിക്കുന്ന മറ്റൊരു ടേമാണ് വാരിയൻസ്.
വാരിയൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നത് സിഗ്മ സ്ക്വയർ എന്നാണ്. ഈ ടേം വായിക്കുന്നത് സിഗ്മ എന്നാണ്. അതിന്റെ സ്ക്വയർ അതാണ് വാരിയൻസിനെ ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലെറ്റർ. വാരിയൻസ് ഓഫ് ആൻ ആക്ടിവിറ്റി ഈസ് ഗിവൺ ബൈ. ഓരോ ആക്ടിവിറ്റിയുടെയും വാരിയൻസും ചില കേസിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ കേസിൽ അതിന് കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇക്വേഷൻ സിഗ്മ സ്ക്വയർ ഈക്വൽ ടു ടി പി മൈനസ് ടി ഒ ഡിവൈഡഡ് ബൈ 6 ഹോൾ സ്ക്വയർ. എന്താണ് വാരിയൻസ് കാണാനുള്ള ഇക്വേഷൻ? സിഗ്മ സ്ക്വയർ ഈക്വൽ ടു ടി പി മൈനസ് ടി ഒ ഡിവൈഡഡ് ബൈ 6 ഹോൾ സ്ക്വയർ. അപ്പോൾ ഇത്രയും ഒന്ന് നന്നായി മനസ്സിലാക്കി വയ്ക്കുക. അതിൽ ഇക്വേഷൻ കാണാതെ പഠിക്കുകയും ചെയ്യുക. എങ്കിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ. പേർട്ട് എന്താണ്? പേർട്ട് ഈസ് ദ പ്രോബബിലിസ്റ്റിക് മെത്തേഡ്. അതിലുപയോഗിക്കുന്ന 3 ടൈപ്പിലുള്ള ടൈം എസ്റ്റിമേറ്റ് എന്താണെന്ന് മനസ്സിലായി. പിന്നെ എക്സ്പെക്റ്റഡ് ടൈം എങ്ങനെയാണ് കാണുകയെന്ന് മനസ്സിലായി. പിന്നെ വാരിയൻസ് എങ്ങനെയാണ് കാണുകയെന്ന് മനസ്സിലായി. ക്ലിയർ? പിന്നെ ബാക്കിയെല്ലാം നമുക്ക് ആ തിയറി പാർട്ടിൽ ഇതിൻ്റെ ബാക്കി വരുന്ന കാര്യങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് നോക്കുക. ഇതിലിനി സെറ്റ് വാല്യൂ കാണാനുണ്ട്. അതിൻ്റെയൊക്കെ ഇക്വേഷൻ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞത് ആ തിയറി പാർട്ടിൽ. അപ്പോൾ തൽക്കാലം നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ഇത്രയും പറഞ്ഞു. ചില കേസിൽ സെറ്റ് വാല്യൂ കാണേണ്ടി വന്നാൽ അതിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് ഓൾറെഡി നമ്മൾ ആ തിയറി പാർട്ടിൽ പറഞ്ഞു കഴിഞ്ഞതാണ്. അതുകൊണ്ട് വീണ്ടും പറയുന്നില്ല. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം നോക്കൂ. ഡ്രോ എ നെറ്റ്വർക്ക് ഡയഗ്രാം ആൻഡ് ഫൈൻഡ് ക്രിട്ടിക്കൽ പാത്ത് ആൻഡ് ക്രിട്ടിക്കൽ ആക്ടിവിറ്റി ഫ്രം ദ ഫോളോയിങ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? താഴെ തന്നിരിക്കുന്ന ഡാറ്റയുടെ ബേസിൽ നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കണം, കൂടാതെ ക്രിട്ടിക്കൽ പാത്തും ക്രിട്ടിക്കൽ ആക്ടിവിറ്റിയും കാണണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും ഇത് CPM-ൽ ചെയ്യണോ പേർട്ട് മെത്തേഡിൽ ചെയ്യണോ എന്ന്. അപ്പോൾ നോക്കൂ, ഫസ്റ്റ് കോളത്തിലെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എന്താ? ആക്ടിവിറ്റി 1 to 1 to 3, 2 to 4, 3 to 5, 4 to 6, 5 to 6, 6 to 7. പിന്നെ തന്നിരിക്കുന്നത് എന്തൊക്കെയാണ് നോക്കൂ. പെസിമിസ്റ്റിക് ടൈം TP, ഓപ്റ്റിമിസ്റ്റിക് ടൈം TO, മോസ്റ്റ് ലൈക്ലി ടൈം TM. അപ്പോൾ ഈ 3 ടൈം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഉറപ്പിക്കാം ഇത് ഏത് മെത്തേഡിലാണ് ചെയ്യേണ്ടത്? പേർട്ട് മെത്തേഡിലാണ് ചെയ്യേണ്ടത്. പിന്നെ അതിൻ്റെ ബേസ് ചെയ്ത് കുറേ ഡാറ്റയും നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഇതിൻ്റെ നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കണ്ടേ? നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കണമെങ്കിൽ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? അതിൻ്റെ ആക്ടിവിറ്റി ഏതിൽ നിന്നും ഏതിലേക്ക് പോകുന്നു എന്ന് കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കണം. ഇനി അത് വരയ്ക്കുന്നതിന് മുന്നേ നമ്മളൊരു കാര്യം കണ്ടുപിടിക്കണം. എന്താണെന്നറിയോ? സാധാരണ കേസിൽ CPM ടൈപ്പിലുള്ള പ്രോബ്ലം ആണെങ്കിൽ അതിൻ്റെ നേരെ ആക്ടിവിറ്റിയുടെ നേരെ അതിൻ്റെ ഡ്യൂറേഷനും കൂടി തന്നിരുന്നു. ഇവിടെ അങ്ങനെ അതിൻ്റെ ഡ്യൂറേഷൻ തന്നിട്ടുണ്ടോ? ഇല്ല. അത് നമുക്ക് കണ്ടുപിടിക്കണം. അത് കണ്ടെത്താനാണ് നമുക്കൊരു ഇക്വേഷൻ ഇപ്പോൾ തൊട്ട് മുന്നേ പറഞ്ഞു തന്നത്. ഏതായിരുന്നു? ഡ്യൂറേഷൻ കാണാനുള്ള ഇക്വേഷനാണ്. എക്സ്പെക്റ്റഡ് ടൈം അല്ലെങ്കിൽ ഡ്യൂറേഷൻ കാണാനുള്ള ഇക്വേഷനാണ് തൊട്ട് മുന്നേ പറഞ്ഞത്. ഡ്യൂറേഷൻ ഓർ എക്സ്പെക്റ്റഡ് ടൈം എന്ന് വെച്ചാൽ ഓരോ ആക്ടിവിറ്റിയും കംപ്ലീറ്റ് ചെയ്യാൻ ഇപ്പോൾ 1-ൽ നിന്ന് 2-ലേക്ക് എടുക്കുന്ന ടൈം എത്ര നമുക്കിവിടെ തന്നിട്ടില്ല. അത് നമ്മൾ കണ്ടെത്തണം. ആ ഡ്യൂറേഷൻ അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ടൈം, ഡ്യൂറേഷൻ എന്നും പറയാം അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ടൈം എന്നും പറയാം. അത് കാണാനുള്ള ഇക്വേഷനാണ് ഈ താഴെ കൊടുത്തിരിക്കുന്നത്. അല്ലേ? എന്തായിരുന്നു ആ ഇക്വേഷൻ? നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. TE ഈക്വൽ ടു TO പ്ലസ് 4TM പ്ലസ് TP ഡിവൈഡഡ് ബൈ 6. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? ഓരോ ആക്ടിവിറ്റിയുടെയും ഡ്യൂറേഷൻ കാണണം. ഇവിടെ TO ഫസ്റ്റ് ആക്ടിവിറ്റിയിൽ നിന്നും TO എന്ത് എടുക്കാം? 4 പ്ലസ് 4 ഇൻറ്റു TM എന്ന് പറയുമ്പോൾ TMൻ്റെ വാല്യൂ ഇവിടെ നോക്കുക. ഫസ്റ്റിലെ TM എന്ന് പറയുന്നത് ഈ കോളല്ലേ. അപ്പോൾ 4 ഇൻറ്റു 2 പ്ലസ് TP എന്ന് പറയുമ്പോൾ ഫസ്റ്റിലെ 6 ഡിവൈഡഡ് ബൈ 6 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് നമുക്കൊരു ആൻസർ കിട്ടും. അതാണ് ഇവിടെ താഴെ കാണിച്ചിരിക്കുന്നത്. നോക്കൂ, ഓരോ ആക്ടിവിറ്റിയുടെയും നേരെ വരുന്ന ഡ്യൂറേഷൻ എത്ര എന്നത് ഈ ഇക്വേഷൻ പ്രകാരം നമ്മൾ കണ്ടെത്തുന്നു. ഈ ഓരോ ടേമിന് പകരം നമ്മൾ അവിടെ വാല്യൂ ചേർക്കുന്നു. അപ്പോൾ TE ഈക്വൽ ടു ഫസ്റ്റ് കേസിൻ്റെ ബേസിലാണ് ഇപ്പോൾ വാല്യൂ പറഞ്ഞു തന്നത്. ഏതായിരുന്നു? TOയുടെ വാല്യൂ നമ്മൾ ആദ്യം കാണുന്നത് ഏതാണ്? ആക്ടിവിറ്റി 1 to 2ൻ്റെ ആണ് ഡ്യൂറേഷൻ കാണുന്നത്. അതായത് 1-ൽ നിന്ന് 2-ലേക്ക് എത്തുമ്പോഴേക്കും എത്ര സമയം എടുക്കുന്നു അത് കംപ്ലീറ്റ് ചെയ്യാൻ എന്നാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആക്ടിവിറ്റി 1 to 2 എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ എഴുതി അതിൽ അപ്ലൈ ചെയ്യണം. അപ്പോൾ TE ഈക്വൽ ടു TOയ്ക്ക് പകരം ഏത് കൊടുക്കാം? TO എന്നുള്ള കോളം നോക്കുക. അതിലെ ഫസ്റ്റ് ഏതാ? 4 അല്ലേ? ഇതിൻ്റെ നേരെ വരുന്നത് 4 പ്ലസ് ഇനി 4TM എന്നല്ലേ. അപ്പോൾ 4 ഇൻറ്റു TM എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു 2 പ്ലസ് TP എന്നല്ലേ അടുത്തത്. അപ്പോൾ 6 ഡിവൈഡഡ് ബൈ 6. അപ്പോൾ എന്ത് വരും? 4 പ്ലസ് 8 പ്ലസ് 6 ഡിവൈഡഡ് ബൈ 6. അപ്പോൾ 18 ബൈ 6 എന്ന് പറയുമ്പോൾ 3 എന്ന് വരും. അപ്പോൾ ആദ്യത്തെ ടൈം ഡ്യൂറേഷൻ നമുക്ക് കിട്ടി. ആക്ടിവിറ്റി 1-ൽ നിന്ന് 2-ലേക്ക് എത്താൻ എടുക്കുന്ന ടൈം ഡ്യൂറേഷൻ, അത് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം എത്രയാണ്? 3 എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ?
അതുപോലെ നമ്മളെല്ലാതിൻ്റെയും കാണാം. ആക്ടിവിറ്റി 1 to 3, 2 to 4, 3 to 5, 4 to 6, 5 to 6, 6 to 7 അങ്ങനെ എല്ലാ ആക്ടിവിറ്റിയുടെയും എന്ത് കാണണം? ഡ്യൂറേഷൻ കാണണം ഇതേ ഇക്വേഷൻ ഉപയോഗിച്ച്. പക്ഷെ വാല്യൂസിൽ മാത്രം വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ രണ്ടാമത്തെ ആണെന്നുണ്ടെങ്കിൽ എന്ത് വരും? ടി ഒക്ക് പകരം ഏത് കൊടുക്കാം നോക്കൂ. രണ്ടാമത്തെ വാല്യൂ 5 5 ടി ഒ എന്നുള്ള കോളം ഇതല്ലേ, അപ്പോൾ 9 പ്ലസ് അടുത്തത് 4 ഇൻറ്റു ടി എമ്മിന് പകരം രണ്ടാമത്തെ കോളം നോക്കുക. ടി എം ഏതാ വരിക? 5. അപ്പം 4 ഇൻറ്റു 5 പ്ലസ് ടി പി എന്ന് വെച്ചാൽ 7 ഡിവൈഡഡ് ബൈ 6. അങ്ങനെ ചെയ്യുമ്പോൾ 6 എന്ന ആൻസർ വരും. ആക്ടിവിറ്റി 1 to 3യുടെ ഡ്യൂറേഷൻ 6 എന്ന് കിട്ടും. അങ്ങനെ ഓരോന്നിൻ്റെയും ആക്ടിവിറ്റി ടൈം എത്രയാണ് ആ ഡ്യൂറേഷൻ വരുന്നതെന്ന് കണ്ടെത്തണം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഇതേപോലെ എടുത്തെഴുതി ലാസ്റ്റ് കോളത്തിൽ ആ ആക്ടിവിറ്റി ടൈം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതായത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ആ 4 കോളം അതുപോലെ എഴുതി. ഇനി ലാസ്റ്റ് കോളത്തിൽ എന്ത് എഴുതി? നമുക്കിപ്പോൾ കിട്ടിയ ആൻസർ ഉണ്ടല്ലോ, ഡ്യൂറേഷൻ ടൈം ആക്ടിവിറ്റി 1 to 2 അതിൻ്റെ ഡ്യൂറേഷൻ 3 എന്നാ കിട്ടിയത്. ആക്ടിവിറ്റി 1 to 3 ഡ്യൂറേഷൻ ടൈം 6 എന്നാ കിട്ടിയത്. അങ്ങനെ എല്ലാ ആക്ടിവിറ്റി ടൈമും ഈ കോളത്തിൽ അങ്ങ് എഴുതി. ഇത്രയും ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി ചെയ്യാൻ പോകുന്നത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആ തന്നിരിക്കുന്ന ഡാറ്റേനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കണം. അതുപോലെ അതിൻ്റെ ക്രിട്ടിക്കൽ പാത്ത് കാണണം, ക്രിട്ടിക്കൽ ആക്ടിവിറ്റിയും കാണണം. അപ്പം നമ്മുടെ ആ തന്നിരിക്കുന്ന ഡാറ്റയിൽ എന്ത് കുറവുണ്ടായിരുന്നു? ആക്ടിവിറ്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതിൻ്റെ ഡ്യൂറേഷൻ ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്തു? അതിൻ്റെ ഡ്യൂറേഷൻ മൊത്തം അങ്ങ് കണ്ടുപിടിച്ചു, എല്ലാ ആക്ടിവിറ്റിയുടെയും. എന്നിട്ട് അതൊരു ബോക്സിൽ വൃത്തിയിൽ അങ്ങ് എഴുതി. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഡയഗ്രാം വരയ്ക്കണം, നെറ്റ്വർക്ക് ഡയഗ്രാം. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് നെറ്റ്വർക്ക് ഡയഗ്രാം വരച്ചൂടെ? ആദ്യം എന്താണ്? 1 to 2, 1 to 3 എന്ന് കാണാം. ഇവിടെ രണ്ടും ഒപ്പം പറയാൻ കാരണം ഇതിനൊരു കോമൺ എലമെന്റ് കാണാമല്ലോ. അപ്പോൾ 1 എന്നുള്ളത് ഈവൻ്റ് ആദ്യം വരയ്ക്കും. അതിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്യുന്ന രീതിയിൽ 2ഉം 3യും വരയ്ക്കാം. 2, 3 ഈവൻ്റ് വരയ്ക്കാം. പിന്നെ അതിൻ്റെ നേരെ ആ ആരോ മാർക്കിൽ ഏതൊക്കെ വാല്യൂസ് എഴുതാം? 3 എന്നും അതുപോലെ അടുത്തത് 6 എന്നും എഴുതാം ആക്ടിവിറ്റി ടൈം. അപ്പോൾ ആ ഒരു പിക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെ വരച്ചിരിക്കുന്നു നോക്കൂ. ഫസ്റ്റ് ഈവൻറ്റിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്യുന്ന രീതിയിൽ 2 എന്ന ഈവൻറ്റ്, 3 എന്ന ഈവൻറ്റ് വരച്ചു. ആരോ മാർക്കിൽ ആ ആക്ടിവിറ്റി ടൈം എഴുതണ്ടേ? അത് എത്രയൊക്കെയാണ്? 3, 6. 3 എന്നും 6 എന്നും എഴുതി. ഇനി അടുത്തത് 2 to 4. 2 to 4 എന്ന് പറയുമ്പോൾ 2ൽ നിന്ന് 4 വരയ്ക്കുക. അതിൻ്റെ ടൈം ഡ്യൂറേഷൻ ഇവിടെ നോക്കിയാൽ കിട്ടും, 9:40 എഴുതി. ഇനി അടുത്തത് 3 to 5. 3 എന്ന് പറയുമ്പോൾ 3 ഓൾറെഡി ഇവിടെ വരച്ചിട്ടുണ്ട്, അതിൽ നിന്ന് 5 വരയ്ക്കുക. അതിൻ്റെ ടൈം ഡ്യൂറേഷൻ ഇവിടെ നിന്ന് നോക്കി എഴുതുക. ഇനി അടുത്തത് 4 to 6. 4 to 6 എന്ന് പറയും 4 ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു, 6ലേക്ക് അടുത്തത് കൂടി നോക്കാം. 5 to 6 ഇവിടെ എന്താ? രണ്ടും 6ലേക്ക് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചെരിച്ച് വരയ്ക്കണം. അപ്പോൾ 5 to 6 ഇങ്ങോട്ട് ചെരിച്ച് വരച്ചു. അതിൻ്റെ ടൈം ഡ്യൂറേഷനും ഇവിടെ നോക്കിയിട്ട് അതേപോലെ എഴുതി. കണ്ടോ? 4 to 6ൻ്റെ 4 അപ്പോൾ 4 to 6ൻ്റെ ആരോ മാർക്കിൽ 4 എന്ന് എഴുതുക. 5 to 6ൻ്റെ 6 ആണ് ടൈം ഡ്യൂറേഷൻ, ആക്ടിവിറ്റി ടൈം ഡ്യൂറേഷൻ. അപ്പോൾ 5 to 6ൻ്റെ ആരോ മാർക്കിൽ 6 എന്ന് എഴുതി. ഇനി ലാസ്റ്റ് 6 to 7 എന്ന് വെച്ചാൽ 6 ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു, അതിൽ നിന്ന് കണക്ട് ചെയ്തിട്ട് 7ലേക്ക് ഒരു ഈവൻറ്റ് വരച്ചു. ഇനി ആ ആരോ മാർക്കിൽ ആക്ടിവിറ്റി ടൈം എഴുതണം. 6 to 7ൻ്റെ ടൈം എത്രയാ? 5. അതിവിടെ എഴുതി. ഇത്രയും ക്ലിയർ ആയി കഴിഞ്ഞാൽ നമ്മുടെ ഫിഗർ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് നമുക്കറിയാം. എന്താണ്? ഇതിൻ്റെ ക്രിട്ടിക്കൽ പാത്തും കാണണം, ക്രിട്ടിക്കൽ ആക്ടിവിറ്റിയും കാണണം. അങ്ങനെ കാണണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇതിൻ്റെയൊക്കെ L1, E1, L2, E2 എന്ന രീതിയിൽ വാല്യൂസ് കാണണം. എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം CPM മെത്തേഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോർവേഡ് പാസ് കാൽക്കുലേഷനും കാണണം. അതിലൂടെ E1, E2, E3 അങ്ങനെ കാണാം. പിന്നെ ബാക്ക്വേർഡ് പാസ് കാൽക്കുലേഷനും കാണണം. അപ്പോൾ അതെങ്ങനെയാണ് കാണേണ്ടതെന്നൊക്കെ CPM മെത്തേഡിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫോർവേഡ് പാസ് കാൽക്കുലേഷനിലൂടെ എത്ര ഈവൻ്റ് ഉണ്ടെന്ന് നോക്കാം. 1, 2, 3 അങ്ങനെ 7 വരെ. അപ്പോൾ ഈ 7 വരെയുള്ള വാല്യൂസ് നമ്മൾ കണ്ടെത്തേണ്ടി വരും. അതെങ്ങനെയാണ് കാണാമെന്നൊക്കെ CPM മെത്തേഡിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ അത് വിശദീകരിക്കുന്നില്ല. മനസ്സിലാക്കുക എങ്ങനെയാണ് ചെയ്തതെന്ന്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ E1 മുതൽ E7 വരെയുള്ള വാല്യൂസ് കാണുന്നു. ഒപ്പം തന്നെ കിട്ടിയ വഴിക്ക് തന്നെ ഈ ഫിഗറിൽ അത് നിങ്ങൾ എഴുതണം. E1 ഫസ്റ്റിൽ എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ 0 കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഇതിൻ്റെ മുകളിൽ ഓരോ ഈവൻറ്റിൻ്റെ മുകളിലും 1 എന്ന ഈവൻറ്റിൻ്റെ മുകളിലാണ് E1 വരിക, 2 എന്ന ഈവൻറ്റിൻ്റെ മുകളിലാണ് E2 വരിക. അത് മനസ്സിലാക്കാമല്ലോ. അപ്പോൾ E1ൻ്റെ വാല്യൂ എഴുതുന്നു, പിന്നെ E2ൻ്റെ വാല്യൂ അതിൻ്റെ മുകളിൽ എഴുതുക. അങ്ങനെ എപ്പോഴും ആൻസർ എപ്പോൾ കിട്ടിയോ അപ്പം തന്നെ ഓരോ ഈവൻറ്റിൻ്റെയും മുകളിലോ താഴെയായിട്ട് E1, E2, E3 അങ്ങനെ എല്ലാ വാല്യൂസും E7 വരെ എഴുതി വയ്ക്കുക. പിന്നെ അതിനുശേഷം നിങ്ങൾ കാണേണ്ടത് ബാക്ക്വേർഡ് പാസ് കാൽക്കുലേഷനാണ്. എന്ന് വെച്ചാൽ നേരെ തിരിച്ച് ആ ഫിഗറിൻ്റെ ഈ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് തുടങ്ങുക. അതായത് L7 21 തന്നെയായിരിക്കും, E7ൻ്റെ വാല്യൂ തന്നെയായിരിക്കും L7ൻ്റെയും വാല്യൂ എപ്പോഴും. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ L7ൻ്റെ വാല്യൂവിൽ നിന്ന് ഈ ടൈം ഡ്യൂറേഷൻ മൈനസ് ചെയ്യാം. അപ്പോൾ 21 - 5
എന്ന രീതിയിൽ 16 എന്ന് കിട്ടും L6ൻ്റെ വാല്യൂ. ഓക്കെ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ബാക്ക്വേർഡ് പാസ് കാൽക്കുലേഷനിലൂടെ L7 മുതൽ L1 വരെയുള്ള വാല്യൂസ് കാണുന്നു. അത് കിട്ടുന്ന വഴിക്ക് തന്നെ എന്ത് ചെയ്യണം, ഈ ഫിഗറിൽ നിങ്ങൾ എഴുതി വയ്ക്കുക. ഈ L7 L6 അങ്ങനെ എല്ലാത്തിലും അതിൻ്റെ ഓരോ ഇവൻറ്റിൻ്റെ മുകളിലും എഴുതി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ബാക്ക്വേർഡ് പാസ് കാൽക്കുലേഷനും അതുപോലെ ഫോർവേഡ് പാസ് കാൽക്കുലേഷനും കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്താ, നമുക്ക് വേണ്ടത് ക്രിട്ടിക്കൽ പാത്തും ക്രിട്ടിക്കൽ ആക്ടിവിറ്റിയും കാണുമല്ലേ. ഇതിൽ ഇയുടെയും എല്ലിൻ്റെയും വാല്യൂ, അതായത് ലേറ്റസ്റ്റ് ടൈമിൻ്റെയും ഏർലിയസ്റ്റ് ടൈമിൻ്റെയും വാല്യൂ എവിടെയാണ് സെയിമായി കിടക്കുന്നതെന്ന് ഒന്ന് ചെക്ക് ചെയ്യാം. അത് നോക്കിയാൽ തന്നെ അറിയാം, ഇവിടെ സെയിമാണ്, ഇവിടെ സെയിമാണ്, ഇവിടെ സെയിമാണ്, ഇവിടെയും സെയിമാണ്, ഇവിടെയും സെയിമാണ്. അപ്പോൾ അതിൻ്റെ ക്രിട്ടിക്കൽ പാത്ത് നമുക്ക് ഓൾറെഡി കിട്ടി. ഇങ്ങനെ സെയിം ആയി കിടക്കുന്നത് എവിടെയാണോ അവിടെ ഒന്ന് ഒരു ഡബിൾ ലൈൻ വരച്ചിട്ട് ആ ആരോ മാർക്കിനെ പൂർത്തീകരിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി റെഡിങ് കൊണ്ടാണ് വരച്ചിരിക്കുന്നത്. അല്ല, നിങ്ങൾ പെൻസിൽ തന്നെ ഉപയോഗിച്ചിട്ട് ഒന്ന് കട്ടിയിലോ അല്ലെങ്കിൽ ഡബിൾ ആരോ മാർക്ക്, ഡബിൾ ലൈനായിട്ട് വരച്ചാലും മതി. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം ഇവിടെ റെഡിങ് ഉപയോഗിച്ചു എന്ന് മാത്രം. അപ്പോൾ ഡബിൾ ലൈൻ വരച്ചു. അപ്പോൾ ഈ പോകുന്നതാണ് ഇതിൻ്റെ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത്. അതായത് ഈ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ആ ഒരു ടൈം, അതായത് മിനിമം ടൈം ഈ ഒരു പാത്തിലൂടെ പോകുമ്പോഴായിരിക്കും കംപ്ലീറ്റ് ആവുക. അങ്ങനെ മനസ്സിലാക്കുക. അപ്പോൾ ഏത് മുതൽ ഏത് വരെയാണെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി. ഏതിലാണ് ഏർലിയസ്റ്റ് ടൈമും ഈവൻറ്റ് ടൈമും സെയിം ആയി വരുന്നത്, ആ ഒരു ഈവൻറ്റിൽ അല്ലെങ്കിൽ ആ ഒരു ആക്ടിവിറ്റി ആയിരിക്കും അതിൻ്റെ ക്രിട്ടിക്കൽ ആക്ടിവിറ്റി, ക്രിട്ടിക്കൽ പാത്തൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം ഏത് ഈ ആക്ടിവിറ്റിയാണെന്ന്. 1 to 2, പിന്നെ 2 to 4, 4 to 6, 6 to 7. ഇതാണ് അതിൻ്റെ ക്രിട്ടിക്കൽ ആക്ടിവിറ്റി. ഇനി ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുമ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് പറയേണ്ട ആവശ്യമില്ല. 1, 2, 4, 6, 7 അങ്ങ് പറഞ്ഞാൽ ക്രിട്ടിക്കൽ പാത്തും കിട്ടി. ഇത്രയല്ലേ നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളൂ. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ട് എടുത്ത് എഴുതി. ക്രിട്ടിക്കൽ പാത്ത് 1, 2, 4, 6, 7. ക്രിട്ടിക്കൽ ആക്ടിവിറ്റി 1 to 2, 2 to 4, 4 to 6, 6 to 7. ഓക്കെ, അപ്പോൾ ഇത്രേ ഇത് ചെയ്യാനുള്ളൂ. ക്ലിയർ ആയല്ലോ ഈ പ്രോബ്ലം. അപ്പോൾ പേർട്ട് മെത്തേഡിലും ചെയ്യാൻ ഈസിയാണ്. അതിൻ്റെ ഇക്വേഷൻ ഒന്ന് നന്നായി പഠിക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡ്യൂറേഷൻ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ക്ലിയർ ആണല്ലോ ഈ പ്രോബ്ലം. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയാണ്. ഒന്നുകൂടി കാണിക്കാം ആ പ്രോബ്ലം എന്താ ചെയ്തതെന്ന്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു തന്നിരുന്നത്. അതിൽ ചോദിച്ചിരുന്നത് നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കണം, ക്രിട്ടിക്കൽ പാത്തും കാണണം, ക്രിട്ടിക്കൽ ആക്ടിവിറ്റിയും കാണണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ഒരു മോഡൽ നോക്കിയപ്പോൾ മനസ്സിലായി ഇങ്ങനെ ടൈം എസ്റ്റിമേഷനാണ് തന്നത്. അപ്പോൾ പേർട്ട് മെത്തേഡിലാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. പിന്നെ നമ്മൾ ചെയ്തത് എന്താ, ഈ തന്നിരിക്കുന്നതിൻ്റെ ഡ്യൂറേഷൻ കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ടൈം കണ്ടുപിടിച്ചു. കാരണം ഇവിടെ ആക്ടിവിറ്റി മാത്രമേ തന്നിട്ടുള്ളൂ, അതിൻ്റെ ഡ്യൂറേഷൻ കൂടി ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് കാണാൻ പറ്റുള്ളൂ, ക്രിട്ടിക്കൽ പാത്ത് ആക്ടിവിറ്റിയൊക്കെ കാണാൻ എളുപ്പം അല്ലേ. അപ്പോൾ ആ ടൈം ഡ്യൂറേഷൻ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, കണ്ടെത്തി. എന്നിട്ട് അടുത്തത് നമ്മൾ ചെയ്തത് ഈ ബോക്സ് ഒന്നുകൂടി മൊത്തത്തിൽ വരച്ച് അതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ബോക്സ് കൂടി ആഡ് ചെയ്തു. അതിൽ ഡ്യൂറേഷൻ കൂടി കൊടുത്തു. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താ, ആ ഫിഗർ വരച്ചു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ അതല്ലേ, ആ ഫിഗർ വരച്ചു. പിന്നീട് ഫോർവേഡ് പാസ് കാൽക്കുലേഷനും ബാക്ക്വേർഡ് പാസ് കാൽക്കുലേഷനും ചെയ്തു. എന്നിട്ട് ആ വാല്യൂസ് എല്ലാം ഇതിൽ എഴുതി. എന്നിട്ട് അതിൽ സെയിം ആയി വരുന്നതൊക്കെ ഒന്ന് ഡബിൾ ലൈനിലൂടെ കാണിച്ചു. അതാണ് അതിൻ്റെ ക്രിട്ടിക്കൽ പാത്ത്. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മളോട് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളൂ. അത് കംപ്ലീറ്റ് ആയി. ക്ലിയർ ആണല്ലോ ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ പ്രൊജക്ട് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ നെറ്റ്വർക്ക് ഷോൺ ബിലോ ആൻഡ് ഹാസ് ദ ഫോളോയിങ് ഡാറ്റ. ടാസ്ക് എന്ന് പറഞ്ഞിട്ട് എ മുതൽ ഐ വരെ തന്നിട്ടുണ്ട്. ടാസ്ക് എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റി തന്നെ. പിന്നെ ഓപ്റ്റിമിസ്റ്റിക് ടൈം എന്ന് പറഞ്ഞിട്ട് കുറേ വാല്യൂസ് തന്നിട്ടുണ്ട്. ഓപ്റ്റിമിസ്റ്റിക് ടൈം എന്ന് പറഞ്ഞാൽ ഓരോ ആക്ടിവിറ്റിയും കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന മിനിമം ടൈമിനെ എന്താ വിളിക്കാം, ഓപ്റ്റിമിസ്റ്റിക് ടൈം അല്ലെങ്കിൽ TO എന്ന് പറയാം. പിന്നെ അടുത്തത് പെസിമിസ്റ്റിക് ടൈം 10, 22 എന്ന രീതിയിൽ കുറേ വാല്യൂസ് തന്നിട്ടുണ്ട്. മോസ്റ്റ് ലൈക്ലി ടൈം 8, 20 എന്ന രീതിയിൽ തന്നിട്ടുണ്ട്. മോസ്റ്റ് ലൈക്ലി എന്ന് പറയുമ്പോൾ എന്താ, ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന നോർമൽ ടൈമാണ്. പെസിമിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന മാക്സിമം ടൈമിനെയാണ് പെസിമിസ്റ്റിക് അല്ലെങ്കിൽ TP എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒരു ഫിഗറും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഫിഗർ നമുക്ക് വരയ്ക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഒരു ഫിഗർ ക്വസ്റ്റ്യനിൽ തന്നെ തന്നതാണ്. ഇനി ചോദ്യം ഇതാണ്, ഡിറ്റർമൈൻ ദ ഫോളോയിങ് എക്സ്പെക്റ്റഡ് ടാസ്ക് ടൈംസ് ആൻഡ് ദെയർ വാരിയൻസ്. നിങ്ങളിവിടെ കാണേണ്ടത് എന്താണ്, എക്സ്പെക്റ്റഡ് ടാസ്ക് ടൈംസ് എന്ന് വെച്ചാൽ ഓരോ ആക്ടിവിറ്റിയും കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ഡ്യൂറേഷൻ എത്ര, അതുപോലെ അതിൻ്റെ വാരിയൻസ് സിഗ്മ സ്ക്വയർ എത്ര എന്നും കാണണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ ഏർലിയസ്റ്റ് ആൻഡ് ലേറ്റസ്റ്റ് എക്സ്പെക്റ്റഡ് ടൈംസ് ടു റീച്ച് ഈച്ച് ഈവൻറ്റ്. ഓരോ ഈവൻറ്റിൻ്റെയും എക്സ്പെക്റ്റഡ്
ഏർലിയസ്റ്റും ലേറ്റസ്റ്റും എക്സ്പെക്റ്റഡ് ടൈംസ് കാണണമെന്നാണ്. അതും നമുക്ക് കണ്ടെത്താം. അതിനുള്ള ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ടല്ലോ. പിന്നെ അടുത്തത് മൂന്നാമത് ക്രിട്ടിക്കൽ പാത്തും കാണണം. അപ്പോൾ നമുക്ക് ചിത്രം ഇതിൽ ഓൾറെഡി തന്നതുകൊണ്ട് എന്ത് ചെയ്താൽ മതി, അതേ ചിത്രം ഒന്നുകൂടി എടുത്ത് വരച്ച ശേഷം അതിൽ നമുക്ക് എന്ത് കാണണം, ഏർലിയസ്റ്റ് ടൈമും കാണണം, ലേറ്റസ്റ്റ് ടൈമും കാണണം. എന്ന് വെച്ചാൽ ബാക്ക്വേർഡ് പാസ് കാൽക്കുലേഷനും ചെയ്യണം, ഫോർവേഡ് പാസ് കാൽക്കുലേഷനും ഇതിൻ്റെ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ചിത്രം ഒന്നിങ്ങോട്ട് എടുത്ത് വരയ്ക്കാം. എടുത്ത് വരച്ച ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇതിലിപ്പോൾ നമ്മളൊന്നും കണ്ടെത്തിയിട്ടില്ല, ജസ്റ്റ് ഒരു ചിത്രമായിട്ട് അതിൻ്റെ ABCD അങ്ങനെ എഴുതിയിട്ടേ ഉള്ളൂ അല്ലേ. ഇനി നമ്മൾ കാണേണ്ടത് അതിൻ്റെയൊക്കെ ഫോർവേഡ് പാസ് കാൽക്കുലേഷനിലൂടെയും ബാക്ക്വേർഡ് പാസ് കാൽക്കുലേഷനിലൂടെയും എത്ര ഈവൻ്റ് ഉണ്ടോ അതിൻ്റെയൊക്കെ വാല്യൂ കാണുക. 1 എത്ര വരെ ഉണ്ട്, 7 വരെ ഉണ്ട്. അപ്പോൾ ഈ 7 വരെ നമ്മൾ കാണേണ്ടി വരും. അപ്പോൾ ഫോർവേഡ് പാസ് കാൽക്കുലേഷൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കുറേ തവണ നമ്മൾ പറഞ്ഞ കാരണം ഇതിൻ്റെ സ്റ്റെപ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അങ്ങനെ ഈ 7 വരെ കാണുന്നു. അതപ്പം തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഫിഗറിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി റെഡിങ് കൊണ്ട് തന്നെ എഴുതിയിട്ടുണ്ട്. അതേപോലെ ബാക്ക്വേർഡ് പാസ് കാൽക്കുലേഷനിലൂടെ L7 മുതൽ L1 വരെ കാണുന്നു. അതും എന്ത് ചെയ്യുക, ഫിഗറിൽ നമ്മൾ കാണിക്കുന്നുണ്ട് റെഡിങ് കൊണ്ട്. അപ്പം തന്നെ എഴുതി വയ്ക്കുക, അതിൻ്റെ ഓരോ വാല്യൂസും ഫിഗറിൽ തന്നെ എഴുതി വയ്ക്കുക. അപ്പോൾ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ കണ്ടോ, L1 മുതൽ L7 വരെയും അതുപോലെ E1 മുതൽ E7 വരെയുള്ള വാല്യൂസ് നമ്മൾ കിട്ടി, അത് ഇതിൽ എഴുതുകയും ചെയ്തു. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഇപ്പോൾ ഏർലിയസ്റ്റ് ടൈമും ലേറ്റസ്റ്റ് ടൈമും നമ്മൾ കണ്ടെത്തി ഓരോ ഇവൻറ്റിൻ്റെയും. ഇനി എക്സ്പെക്റ്റഡ് ടാസ്ക് ടൈം ആൻഡ് ദെയർ വാരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സ്പെക്റ്റഡ് ടാസ്ക് ടൈം എന്ന് പറഞ്ഞാൽ എന്താ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്, ഓരോ ആക്ടിവിറ്റിക്കും എടുക്കുന്ന ഡ്യൂറേഷൻ. എന്ന് വെച്ചാൽ ഒന്നിൽ നിന്ന് ഇപ്പോൾ ഈ ഫിഗറിലേക്ക് നോക്കൂ, ഇതിൻ്റെ ഡ്യൂറേഷൻ നമുക്ക് കൃത്യമായിട്ട് തന്നിട്ടില്ല. ഫിഗർ തന്നു എന്നല്ലാതെ ഡ്യൂറേഷൻ തന്നിട്ടില്ലല്ലോ. അതായത് ഫസ്റ്റ് ആക്ടിവിറ്റിയിൽ നിന്ന് തേർഡ് ആക്ടിവിറ്റിയിലേക്ക് എത്രയാണ് ഡ്യൂറേഷൻ നമുക്ക് തന്നിട്ടില്ല, അത് നമുക്ക് കണ്ടെത്തണം. അത് കണ്ടെത്താൻ നമ്മുടെ കയ്യിലൊരു ഇക്വേഷൻ ഉണ്ട്. എന്താ, TE = എന്തായിരുന്നു, TO + 4TM + TP / 6 എന്നാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ആ ബോക്സ് ഒന്ന് ആദ്യം ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നിന്നും കണ്ടെത്താവുന്നതാണ്. അപ്പോൾ ഈ ബോക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നിട്ടുണ്ട്. ടാസ്ക് ഇതാണ്, ഓപ്റ്റിമിസ്റ്റിക് ടൈം അതായത് TP തന്നിട്ടുണ്ട്, TO തന്നിട്ടുണ്ട്, TM തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, ഒരു ബോക്സിലാക്കി എഴുതാം. പിന്നെ ഓരോ ടാസ്ക് എന്ന ടാസ്കിൻ്റെ ആക്ടിവിറ്റി ഏതാ വരുന്നതെന്ന് ഈ ചിത്രത്തിൽ നിന്ന് നോക്കിയാൽ കിട്ടും. എന്ന ടാസ്ക് നോക്കൂ, ചിത്രം ഇതല്ലേ, ഇത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്ന ചിത്രമാണ്. അപ്പോൾ എന്ന ടാസ്കിൻ്റെ ആക്ടിവിറ്റി എന്താ നോക്കൂ, 1ൽ നിന്ന് 2 1 to 2. അപ്പോൾ എയുടെ നേരെ എന്താ എഴുതാം, 1 to 2. പിന്നെ ബിയുടെ നേരെ എന്താ എഴുതാം, 1 to 3. സിയുടെ നേരെ എന്താ എഴുതാം, 1 to 4 എന്ന രീതിയിൽ നമുക്ക് ഇനി ആൻസറിലെ ബോക്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ എഴുതണം. അപ്പോൾ ആൻസറിലെ ബോക്സ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് തന്നിരുന്നത് ക്വസ്റ്റ്യനിൽ ഈ ലെറ്റർ മാത്രമായിരുന്നു, A മുതൽ I വരെ. പക്ഷെ നമുക്ക് ആ ചിത്രം ക്വസ്റ്റ്യനിൽ തന്നെ തന്നതുകൊണ്ട് അതിലെ ആക്ടിവിറ്റി നോക്കി എഴുതാവുന്നതാണ്. എ എന്ന ആ ഒരു ആക്ടിവിറ്റി വരുന്നത് ഏത് മുതൽ ഏത് വരെ എന്ന് ആ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ നോക്കിയാൽ മനസ്സിലാവില്ലേ, 1 to 2. ബി എന്ന ആക്ടിവിറ്റി 1 to 3. സി എന്ന ആക്ടിവിറ്റി 1 to 4. ഇപ്പോൾ തൊട്ട് മുന്നേ കാണിച്ചെന്നല്ലോ. അങ്ങനെ അതിൻ്റെ നേരെ ആ ആക്ടിവിറ്റി കൂടി ചിത്രം നോക്കി എഴുതുക തെറ്റാതെ. പിന്നെ TOയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, എന്ന് വെച്ചാൽ ഓപ്റ്റിമിസ്റ്റിക് ടൈം. അപ്പോൾ മാറിപ്പോവരുത്, TO അതിൻ്റെ എന്താ 5, 18 എന്ന് തുടങ്ങുന്ന ആ വാല്യൂസ് ഇവിടേക്ക് എഴുതുക. അതുപോലെ TP ഇതും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, പെസിമിസ്റ്റിക് ടൈമിൻ്റെ വാല്യൂസ്. TM മോസ്റ്റ് ലൈക്ലി ടൈമിൻ്റെ വാല്യൂസും തന്നിട്ടുണ്ട്, അതും അതുപോലെ എഴുതി. ഇനി നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് എന്താ, ഈ ഓരോ ആക്ടിവിറ്റിയും കംപ്ലീറ്റ് ചെയ്യാൻ 1ൽ നിന്ന് 2ലേക്ക് ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം എത്ര, അത് നമുക്ക് തന്നിട്ടില്ല, കണ്ടുപിടിക്കാവുന്നതാണ്. അതിനുപയോഗിക്കുന്ന ഇക്വേഷനാണ് എന്ത്, TE എക്സ്പെക്റ്റഡ് ടൈം. ഇതിനെ പറയുന്ന മറ്റൊരു പേര്, എക്സ്പെക്റ്റഡ് ടൈമിനെ എന്ത് വിളിക്കാം, ഡ്യൂറേഷൻ എന്ന് പറയാം. ഓരോ ആക്ടിവിറ്റിയും കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം എന്ന് പറയാം. ഓക്കെ, അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ TE അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ടൈം കാണാനുള്ള ഇക്വേഷൻ എന്താ, TO + 4TM + TP / 6 ആണ്. എന്ന് വെച്ചാൽ ഈ വാല്യൂ നോക്കിയിട്ട് ഇതിൽ അങ്ങോട്ട് അപ്ലൈ ചെയ്താൽ മതി. ആദ്യത്തെ ആക്ടിവിറ്റി 1 to 2 അല്ലേ, അപ്പം ആ ആക്ടിവിറ്റിയുടെ ഡ്യൂറേഷൻ അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ടൈം എത്രയെന്ന് ചോദിച്ചാൽ T0 എന്ന് പറഞ്ഞാൽ T0 ആദ്യത്തേതാ 5 + 4TM എന്ന് പറയുമ്പോൾ 4 × 8 അല്ലേ, 4 × 8 + TP എന്ന് പറയുമ്പോൾ 10/6. അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറാണ് 7.8. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞിരിക്കുന്ന ടേംസ് എല്ലാം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെയൊക്കെ സ്റ്റെപ്സ് നിങ്ങൾക്ക് താഴെ എഴുതാവുന്നതാണ്.
അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സ് മുഴുവനായിട്ട് ഇവിടെ എഴുതിയിട്ടില്ല. എങ്ങനെ കിട്ടി എന്നുള്ളത് ഒന്നിൻ്റെ മാത്രം ഇവിടെ കാണിച്ചിട്ടുണ്ട്. ആദ്യത്തെ ആക്ടിവിറ്റി 1 to 2 ഇപ്പോൾ പറഞ്ഞില്ലേ, അതെങ്ങനെ കിട്ടിയെന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട്. 7.8 എങ്ങനെ കിട്ടി എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ബാക്കി ആക്ടിവിറ്റി 1 to 2 മുതൽ 6 to 7 വരെയുള്ള വാല്യൂസ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ നോട്ടിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ ചെയ്ത് വെക്കുക. എങ്ങനെ കിട്ടി എന്നുള്ളത് ഇവിടെ ഒന്ന് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, അത് ചെയ്ത് വെച്ചോളൂ. ഇവിടെ ഞാൻ ഒറ്റ ആക്ടിവിറ്റിയുടെ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് മുഴുവനായിട്ട് എഴുതണം. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ബാക്കി വാല്യൂസ് നിങ്ങൾ കണ്ടെത്തുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ കണ്ടെത്തിയാൽ ഈ ബോക്സ് മൊത്തം നമുക്ക് കിട്ടും. ക്ലിയർ ആണല്ലോ? ഈ ഇക്വേഷനിൽ അങ്ങ് അപ്ലൈ ചെയ്താൽ മതി ഓരോ വാല്യൂസും, അതിൻ്റെ നേരെ വരുന്ന ഓരോ വാല്യൂസും. ഇനി നമ്മൾ കാണേണ്ടത് വാരിയൻസ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. വാരിയൻസ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചതാണ്. σ² = TP - TO / 6 ഹോൾ സ്ക്വയർ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ആക്ടിവിറ്റിയുടെയും നേരെ വരുന്ന വാല്യൂസ് നോക്കുക, അതവിടെ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ആദ്യത്തെ ആക്ടിവിറ്റി 1 to 2 അല്ലേ, അപ്പോൾ അതിൽ TP എന്താണെന്ന് നോക്കിയാൽ മതി, 10 - TO എത്രയാ, 5. 10 - 5/6 ഹോൾ സ്ക്വയർ. അതിൻ്റെ ആ ഒരു ക്രിയ മാത്രം ഇവിടെ താഴെ, ഫസ്റ്റിലെ ക്രിയ മാത്രം ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെ കിട്ടിയെന്നുള്ളത്, അതിൻ്റെ ആൻസർ 0.694 എന്നാണ്. ബാക്കി വരുന്ന പ്രോസസ്സെല്ലാം നിങ്ങൾ ഇതിൻ്റെ താഴെ ഓരോ ആക്ടിവിറ്റിയുടെയും 6 to 7 വരെയുള്ള ആക്ടിവിറ്റിയുടെ നിങ്ങൾ തന്നെ കണ്ടെത്തുക. ആ സ്റ്റെപ്പ് ഇവിടെ എഴുതിയിട്ടില്ല, നിങ്ങൾ കണ്ടെത്തണം. ആ സ്റ്റെപ്പ് ഇവിടെ എഴുതണം. ഓക്കെ, എന്നിട്ട് ഈ ബോക്സിലേക്ക് എഴുതിയാൽ മതി കണ്ടെത്തിയ ശേഷം. നിങ്ങളുടെ നോട്ടിൽ ഉണ്ടായിരിക്കണം കേട്ടോ ആ സ്റ്റെപ്പ്. ഇനി ഈ ഒരു ഇക്വേഷനിൽ ഓരോ കോളത്തിലെയും വാല്യൂസ് അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതൊക്കെ കിട്ടുന്നത്. അപ്പോൾ അത് ഓരോന്നും നിങ്ങൾ നോട്ടിലേക്ക് എഴുതിയെടുക്കുമ്പോൾ ആ സ്റ്റെപ്പ് ഒരു സൈഡിൽ, നോട്ടിൻ്റെ സൈഡിൽ ഉണ്ടായിരിക്കണം. എന്നിട്ട് വേണം ഈ ബോക്സിലേക്ക് എല്ലാ ആൻസറും എഴുതാൻ. അപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ? നമ്മളോട് ചോദിച്ചിരുന്നത് എന്തൊക്കെയാണെന്ന് ഓർമ്മ വേണം. ഒന്ന്, ഡയഗ്രാം വരയ്ക്കണം എന്നായിരുന്നു, അത് നമ്മൾ വരച്ചു. പിന്നീട് ഏർലിയസ്റ്റ് ടൈമും ലേറ്റസ്റ്റ് ടൈമും കണ്ടുപിടിക്കണം എന്നായിരുന്നു, അതും നമ്മൾ കണ്ടെത്തി. എന്ന് വെച്ചാൽ ഏർലിയസ്റ്റ് ടൈം ലേറ്റസ്റ്റ് ടൈം എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്, ബാക്ക്വേർഡ് പാസ് കാൽക്കുലേഷനും ഫോർവേഡ് പാസ് കാൽക്കുലേഷനിലൂടെ L1 മുതൽ L7 വരെയും E1 മുതൽ E7 വരെയും കണ്ടെത്തി. അതാണ് ആ ക്വസ്റ്റ്യൻ. ഇനി നമ്മളോട് ചോദിച്ചിരുന്നത് എക്സ്പെക്റ്റഡ് ടൈം കാണണം, വാരിയൻസ് കാണണം എന്നായിരുന്നു, അതും നമ്മൾ കണ്ടെത്തി. നോക്കിക്കേ, നമ്മുടെ ആ ക്വസ്റ്റ്യനിലേക്ക് വീണ്ടും പോവാം. നോക്കിക്കേ, എക്സ്പെക്റ്റഡ് ടൈം കണ്ടെത്തി. ഇനി ക്രിട്ടിക്കൽ പാത്ത് ഏതാണെന്നും കൂടി കണ്ടെത്തണം. ക്രിട്ടിക്കൽ പാത്ത് കാണാനും വളരെ ഈസിയാണ്, കാരണം അതിൽ സെയിം ആയിട്ട് വരുന്നത് ഏതോ അത് നോക്കിയാൽ മതി അല്ലേ. അപ്പോൾ ക്രിട്ടിക്കൽ പാത്ത് എന്താണെന്ന് നമുക്ക് നോക്കാം. ക്രിട്ടിക്കൽ പാത്ത് വരുന്നുണ്ടോയെന്ന്. ക്രിട്ടിക്കൽ പാത്ത് ഇതിൽ ഏർലിയസ്റ്റ് ടൈമും ലേറ്റസ്റ്റ് ടൈമും സെയിം ആയി വരുന്ന വാല്യൂസ് ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം. ഏതെങ്കിലും വരുന്നുണ്ടെങ്കിൽ നമുക്ക് ക്രിട്ടിക്കൽ പാത്ത് കിട്ടും, വരുന്നില്ലെങ്കിൽ ക്രിട്ടിക്കൽ പാത്ത് കിട്ടില്ല. അപ്പോൾ ഇവിടെ E1ഉം L1ഉം സെയിം ആണ്. ഇനി ഏതെങ്കിലും സെയിം ആയി വരുന്നുണ്ടോ നോക്കൂ. ഇവിടെ സെയിം അല്ല, ഇവിടെ സെയിം അല്ല, ഇവിടെ സെയിം അല്ല, സോറി, ഇവിടെ സെയിം ആണ്, ഇവിടെ സെയിം ആണ്, പിന്നെ ഇവിടെയും സെയിം ആണ് അല്ലേ. ഓക്കെ, അപ്പം 3 പൊസിഷനിൽ സെയിം ആയിട്ട് കാണാം. കണ്ടോ, 1, 2, ഇവിടെ 33 രണ്ടിലും സെയിം ആണ്, ഇവിടെ 42.8 രണ്ടിലും സെയിം ആണ്. പിന്നെ ബാക്കി ഒന്നും സെയിം ആയിട്ട് കാണുന്നില്ലല്ലോ. കണ്ടോ, ഇവിടെയും സെയിം അല്ല, ഇവിടെയും സെയിം അല്ല. അപ്പോൾ നമുക്ക് കിട്ടി ഏതാണ്, ഈ ഒരു പോർഷനാണ്, ഈ 3 to 4, 4 to 7 എന്ന പൊസിഷനാണെന്ന് മനസ്സിലായി അല്ലേ. അപ്പം നമുക്കിവിടെ എന്ത് ചെയ്യണം, ഈ തന്നിരിക്കുന്ന 1 to 4 നിന്ന് കണക്ട് ചെയ്യുക. അതുപോലെ 4 to 7ലേക്കും ഡബിൾ ലൈൻ വെച്ചിട്ട് കണക്ട് ചെയ്യുക. നമുക്കറിയാം ക്രിട്ടിക്കൽ പാത്തിനെ ഡബിൾ ലൈൻ വെച്ചിട്ടാണ് കണക്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ കണക്ട് ചെയ്യാൻ പോവാണ്, ശ്രദ്ധിക്കുക. നിങ്ങൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിച്ച് വരയ്ക്കുക, വൃത്തിയിൽ വരയ്ക്കണം. അപ്പോൾ ഞാൻ വരയ്ക്കുന്നത് അത്ര ക്ലിയർ ഒന്നുമല്ല. ഡബിൾ ലൈൻ വരയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ 1ൽ നിന്ന് 4ലേക്ക് വരച്ചു. ഇനി 4ൽ നിന്ന് ഏതിലേക്ക് വരച്ചു, 7ലേക്കും വരച്ചു. അപ്പോൾ ഇവിടെ ക്രിട്ടിക്കൽ പാത്ത് ഏതാണ്, 1 to 4, 4 to 7. അപ്പോൾ നമുക്ക് അതുകൂടി എഴുതാം അതിൻ്റെ ആൻസറായിട്ട്. ക്രിട്ടിക്കൽ പാത്തും ക്രിട്ടിക്കൽ ആക്ടിവിറ്റിയും കാണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിവിടെ എഴുതി ചേർക്കുകയാണ്. ഇതിലുണ്ടായിരുന്നില്ല, അതിവിടെ നിങ്ങൾക്ക് വേണ്ടി എഴുതി ചേർക്കുന്നു. ക്രിട്ടിക്കൽ പാത്തും ക്രിട്ടിക്കൽ ആക്ടിവിറ്റിയും. അപ്പോൾ ക്രിട്ടിക്കൽ പാത്താണ് നമ്മളിപ്പോൾ പറഞ്ഞത് 1, 4, 7. ഇനി ക്രിട്ടിക്കൽ ആക്ടിവിറ്റി കൂടി എഴുതാം. ആക്ടിവിറ്റി അതിൽ പറഞ്ഞിട്ടില്ലെങ്കിലും അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എഴുതാവുന്നതാണ്. എങ്ങനെ എഴുതാം, 1 to 4, 4 to 7.
1 to 4, 4 to 7. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നതെന്ന് ഒന്നുകൂടി നോക്കാം. ഇങ്ങനെയായിരുന്നു ഡാറ്റ തന്നിരുന്നത്. ഈ ഡാറ്റേനെ ബേസ് ചെയ്ത് അവർ ചോദിച്ചത് ഒരു ഫിഗർ തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എക്സ്പെക്റ്റഡ് ടാസ്ക് ടൈം ആൻഡ് ദെയർ വാരിയൻസ് ചോദിച്ചു, അത് നമ്മൾ കണ്ടെത്തി. അതുപോലെ ഏർലിയസ്റ്റ് ആൻഡ് ലേറ്റസ്റ്റ് ടൈം ചോദിച്ചു, അതും കണ്ടെത്തി. പിന്നെ ക്രിട്ടിക്കൽ പാത്തും കണ്ടെത്തി ഈ ഫിഗറിലൂടെ. ഏതായിരുന്നു? 1, 4, 7. ഇതാണ് അതിൻ്റെ ക്രിട്ടിക്കൽ പാത്ത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പ്രോബ്ലത്തിലോട്ട് പോവാണ്. അടുത്ത പ്രോബ്ലം നോക്കൂ. ദ ഫോളോയിങ് ടേബിൾ ഷോസ് ദ ജോബ്സ് ഓഫ് എ നെറ്റ്വർക്ക് അലോങ് വിത്ത് ദയർ ടൈം എസ്റ്റിമേറ്റ്സ്. ഇതൊന്ന് ശ്രദ്ധിക്കണം. ഇതുവരെ തന്നതിലൊക്കെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്ന രീതിയിലായിരുന്നു ക്വസ്റ്റ്യൻസിൽ ഓരോ ഡാറ്റയും തന്നിരുന്നത്. ഇവിടെ ഒന്ന് ജസ്റ്റ് നോക്കുക. എന്താ പറഞ്ഞിരിക്കുന്നത്? ദ ഫോളോയിങ് ടേബിൾ ഷോസ് ദ ജോബ്സ് ഓഫ് എ നെറ്റ്വർക്ക് അലോങ് വിത്ത് ദയർ ടൈം എസ്റ്റിമേറ്റ്സ്. ജോബ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ആക്ടിവിറ്റി എങ്ങനെയാണ് തന്നിട്ടുണ്ട്. 1 to 2, 1 to 6 എന്ന രീതിയിൽ തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഡേയ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഓരോ ടൈമും തന്നിരിക്കുന്നത്. ഫസ്റ്റിൽ എ എന്ന ടൈം തന്നിരിക്കുന്നത്. ഈ എ എന്നത് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് തൊട്ട് മുന്നേ പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ അത് ഓർമ്മ ഉണ്ടായിരിക്കണം. എ എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഓർമ്മ ഉണ്ടാവണം, അത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നതെന്ന്. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞു തരാം. നോക്കൂ, ഓപ്റ്റിമിസ്റ്റിക് ടൈമിനെ TO എന്നും റെപ്രസെന്റ് ചെയ്യും, എ എന്നും റെപ്രസെന്റ് ചെയ്യും. മോസ്റ്റ് ലൈക്ലിനെ TM എന്നും അല്ലെങ്കിൽ M എന്നും റെപ്രസെന്റ് ചെയ്യും. പെസിമിസ്റ്റിക് ടൈമിനെ TP എന്നും B എന്നും റെപ്രസെന്റ് ചെയ്യും. അപ്പോൾ അത് ഓർമ്മ ഉണ്ടാവണം. A, M, B എന്ന് പറഞ്ഞാൽ ഈ ഓർഡറിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എ എന്ന് പറഞ്ഞാൽ ഓപ്റ്റിമിസ്റ്റിക്, M എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ലൈക്ലി, B എന്ന് പറഞ്ഞാൽ പെസിമിസ്റ്റിക്. ഓക്കെ, അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ ആ ഒരു രീതിയിലാണ് തന്നിരിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവണം. എ എന്ന് പറഞ്ഞാൽ ഓപ്റ്റിമിസ്റ്റിക് TO, M എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ലൈക്ലി, B എന്ന് പറഞ്ഞാൽ പെസിമിസ്റ്റിക്, B പെസിമിസ്റ്റിക്. ഇനി അതിൻ്റെ വാല്യൂസും അതിൻ്റെ നേരെ തന്നിട്ടുണ്ട്. ഇനി ചോദിച്ചിരിക്കുന്നത് ഡ്രോ ദ പ്രൊജക്ട് നെറ്റ്വർക്ക് ആൻഡ് ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് ദ പ്രൊജക്റ്റ് ഈസ് കംപ്ലീറ്റഡ് 40 days. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിനെ ബേസ് ചെയ്തൊരു നെറ്റ്വർക്ക് വരയ്ക്കണം. അതുകൂടാതെ ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് ദ പ്രൊജക്റ്റ് ഈസ് കംപ്ലീറ്റഡ് ഇൻ 40 days. 40 ദിവസത്തിനുള്ളിൽ ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യും എന്നതിന് ഉള്ള ചാൻസ് എത്രയാണ്, അല്ലെങ്കിൽ എത്ര % ആണ്? 40 ദിവസം കൊണ്ട് ഈ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആവും എന്നതിനുള്ള സാധ്യത എത്ര ശതമാനമാണ്, അല്ലെങ്കിൽ എന്നതിനുള്ള സാധ്യത എത്രയാണ്? പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ സാധ്യതയാണല്ലോ. എത്ര % ആണ് എന്നാണ് ചോദ്യം. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ആദ്യം അതിൻ്റെ ഫിഗർ വരയ്ക്കുക എന്നുള്ളതാണ്. ബാക്കിയൊക്കെ പിന്നെ. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ ഫിഗർ വരയ്ക്കാം. അതിന് മുന്നേ ഈ ബോക്സൊക്കെ ഒന്ന് റെഡി ആക്കാനുണ്ട്. അപ്പോൾ ഫിഗർ വരയ്ക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഫിഗർ വരയ്ക്കുമ്പോൾ ആ തന്നിരിക്കുന്നതിനെ ഒന്ന് റെഡിയാക്കിയ ശേഷം ഫിഗർ വരയ്ക്കുക. അതായത് നമുക്കറിയാം തന്നിരിക്കുന്ന ഓരോ ആക്ടിവിറ്റി നമ്മുടെ കയ്യിലുണ്ട്. 1 to 2, 1 to 6 എന്ന രീതിയിൽ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഫിഗർ വരയ്ക്കുമ്പോൾ നമുക്കതിൻ്റെ ഡ്യൂറേഷനും നമുക്ക് ആവശ്യമുണ്ട്. അത് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അത് നമുക്ക് കണ്ടെത്താനുള്ള ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഫിഗർ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ത്? നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ ആക്ടിവിറ്റി എങ്ങനെ പോകണമെന്ന് നോക്കാം. 1 to 2, 1 to 6. ആദ്യത്തെ രണ്ടെണ്ണം നോക്കൂ. എന്താ അതിൻ്റെ മീനിങ്? അതായത് ഫസ്റ്റ് ഇവൻറ്റിൽ നിന്ന് തന്നെ 2 വാല്യൂസ് പോകുന്നുണ്ട്, 2ഉം 6ഉം അല്ലേ? അപ്പോൾ ഫസ്റ്റ് ഇവൻറ്റിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്യുന്ന രീതിയിൽ 2ഉം 6ഉം വരച്ചൂടെ? യെസ്. പിന്നെ അതിൽ നിന്ന് 2, 3, 2, 4 എന്ന് കാണാം. എന്ന് വെച്ചാൽ 2നെ സ്പ്ലിറ്റ് ചെയ്യുന്ന രീതിയിൽ 3ഉം 4ഉം വരയ്ക്കാം. അങ്ങനെ ഒരു ഐഡിയ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അതിനെ ബേസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ നെറ്റ്വർക്ക് വരയ്ക്കാം. അങ്ങനെ വരച്ചതാണ് ഈ കാണുന്നത്. 1ൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്യുന്ന രീതിയിൽ 2ഉം വരച്ചു, 6ഉം വരച്ചു. പിന്നെ 2നെ സ്പ്ലിറ്റ് ചെയ്യുന്ന രീതിയിൽ 3ഉം വരച്ചു, 4ഉം വരച്ചു. പിന്നെ ബാക്കിയൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അതിൻ്റെ വാല്യൂസ്. അടുത്തത് എന്താ? 3 to 5 ഇവിടെ എഴുതിയിട്ടുണ്ട്. 2, 3, 2, 4 കഴിഞ്ഞു. പിന്നെ 3, 5, 4, 5. അപ്പോൾ 3ഉം 4ഉം 5ലേക്ക് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെരിച്ച് വരയ്ക്കുന്നു. പിന്നെ അടുത്തത് നോക്കൂ, 6, 7. 6, 7 എന്ന് പറയുമ്പോൾ 6 ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു, അതിനെ 7ലോട്ട് കണക്ട് ചെയ്തു. പിന്നെ അടുത്തത് 5, 8. 5, 8 എന്ന് പറയുമ്പോൾ 5 ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു. അതുപോലെ 7, 8 എന്നാണ് അടുത്തത്. അപ്പോൾ ഇത് രണ്ടും കൂടി കണക്ട് ചെയ്ത് വരയ്ക്കാം. 5ഉം 7ഉം 8ലോട്ട് ബെൻഡ് ചെയ്ത് വരയ്ക്കാം. അപ്പോൾ 5, 7 ഓൾറെഡി ഇവിടെ ഉണ്ട്, അത് 8ലോട്ട് ബെൻഡ് ചെയ്ത് വരച്ചു. അപ്പോൾ നമ്മുടെ ഫിഗർ കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇതിൽ ഫോർവേഡ് പാസ് കാൽക്കുലേഷനും നടത്തണം, ബാക്ക്വേർഡ് പാസ് കാൽക്കുലേഷനും നടത്തണം. അത് നിങ്ങൾക്ക് എങ്ങനെ കണ്ടെത്താം എന്നുള്ളത് അറിയാവുന്നതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ വഴിക്ക് നിങ്ങൾ ചെയ്യേണ്ട സ്റ്റെപ്പ് ഇതാണ് കേട്ടോ.
ഫോർവേഡ് പാസ് കാൽക്കുലേഷൻ എന്ന് പറഞ്ഞ് ഇതും ചെയ്യാം, ബാക്ക്വേർഡ് പാസ് കാൽക്കുലേഷൻ എന്ന് പറഞ്ഞ് ഇതും ചെയ്യാം. എന്നിട്ട് ആ കിട്ടിയ ഓരോ വാല്യൂസും അപ്പം തന്നെ ഈ ഫിഗറിൽ ഓരോ ഈവൻറ്റിൻ്റെ മുകളിലും E1, L1, E2, L2 എന്ന രീതിയിൽ എഴുതി വെക്കണം. ഓക്കെ. പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഇതിൻ്റെ ക്രിട്ടിക്കൽ പാത്ത് കണ്ടെത്തുന്നുള്ളതാണ്. ക്രിട്ടിക്കൽ പാത്ത് കാണാൻ എന്ത് ചെയ്താൽ മതി? നമുക്ക് കിട്ടിയ ഈ ഏർലിയസ്റ്റ് ടൈമും ലേറ്റസ്റ്റ് ടൈമും അതിൽ എവിടെയാണ് ഈക്വൽ വാല്യൂസ് വരുന്നതെന്ന് നോക്കുക. അപ്പോൾ ആ ഈക്വൽ വാല്യൂസ് വരുന്ന ഭാഗങ്ങളിലെല്ലാം അതിലൂടെ പോകുന്ന ആരോ മാർക്കെല്ലാം ഡബിൾ ലൈനായിട്ട് വരയ്ക്കുക. ആ ഡബിൾ ലൈനായിട്ട് വരച്ചിട്ടുണ്ടെങ്കിൽ അതിനെയാണ് അതിൻ്റെ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത്. ക്രിട്ടിക്കൽ പാത്തിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് ഡബിൾ ലൈൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ കാണുമ്പോൾ ഒരേപോലെ വാല്യൂസ് വരുന്നത് ഇവിടെ 0 വരുന്നുണ്ട്, ഇവിടെ 7 വരുന്നുണ്ട്, ഇവിടെ 21, ഇവിടെ 32, ഇവിടെ 36, രണ്ടും ഒരേ വാല്യൂസ് അല്ലേ. അപ്പോൾ ഇവിടെ ഡബിൾ ലൈനായിട്ട് ഇങ്ങനെ വരച്ചു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ക്രിട്ടിക്കൽ പാത്ത്. അപ്പോൾ ആ ക്രിട്ടിക്കൽ പാത്തിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1, 2, 3, 5, 8. ഇനി ക്രിട്ടിക്കൽ ആക്ടിവിറ്റി ആയിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ചെയ്ത് എഴുതണം. അപ്പോൾ 1 to 2 ക്രിട്ടിക്കൽ ആക്ടിവിറ്റിയുടെ ആൻസറാണ് പറയുന്നത്. 1 to 2, 2 to 3, 3 to 5, 5 to 8. അപ്പോൾ അതിൻ്റെ ആൻസറും ക്ലിയർ ആയിട്ട് കിട്ടി. ഇനി നമ്മളോട് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരുന്നത് എന്താണ്? ഇതിൻ്റെ എക്സ്പെക്റ്റഡ് ടൈം. അതായത് നമ്മളോട് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ, പ്രോബിലിറ്റി എത്ര പ്രൊജക്റ്റ് നെറ്റ്വർക്ക് വരയ്ക്കണം, പിന്നെ 40 ദിവസത്തിനുള്ളിൽ ഈ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ശതമാനം ചാൻസ് ആണുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കാണണമെങ്കിൽ എന്ത് വേണം? ഈ പ്രൊജക്റ്റിൻ്റെ ഓരോ ആക്ടിവിറ്റിയുടെയും ഡ്യൂറേഷനും കാണണം. പക്ഷേ ഡ്യൂറേഷൻ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ടോ? അപ്പോൾ 1 to 2 അതിനെടുക്കുന്ന ഡ്യൂറേഷൻ ടൈം എത്ര തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്കത് കണ്ടുപിടിക്കാം. അതിനാണ് ഡ്യൂറേഷൻ കാണാൻ അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ടൈം കാണാനുള്ള ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ടല്ലോ. ആ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഓരോ വാല്യൂസും കണ്ടെത്താം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പിക്ക് വരച്ച് കഴിഞ്ഞ ശേഷം അതിൻ്റെ ഫോർവേഡ് പാസ് കാൽക്കുലേഷനും ബാക്ക്വേർഡ് പാസ് കാൽക്കുലേഷനും ചെയ്യുന്നു. അതിൽ നിന്ന് കിട്ടിയ എല്ലാ വാല്യൂസും ഇതിൻ്റെ ഓരോ ഈവൻറ്റിൻ്റെ മുകളിലും എഴുതുന്നു. അതിനുശേഷം അതിൻ്റെ ക്രിട്ടിക്കൽ പാത്ത് കാണുന്നു, അതൊന്ന് ഡബിൾ ലൈനിൽ വരയ്ക്കുന്നു. പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് തന്ന ക്വസ്റ്റ്യൻ ഒന്ന് ഒരു ബോക്സിലാക്കി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബോക്സിൽ എന്ത് തന്നെ കൊടുക്കുന്നു? ആക്ടിവിറ്റി എന്ന് പറഞ്ഞ് ഈ ആക്ടിവിറ്റി, തന്ന ആക്ടിവിറ്റി അതേപോലെ എഴുതി. ഇനി സെക്കൻഡ് ബോക്സിൽ നമ്മൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ഓപ്റ്റിമിസ്റ്റിക് ടൈം അല്ലേ, എ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ. പക്ഷേ എ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കണം, TO. പിന്നെ അടുത്തത് തന്നിരിക്കുന്നത് എന്താ? M ആണ്. M എന്ന് പറഞ്ഞാൽ TM എന്ന് വെച്ചാൽ മോസ്റ്റ് ലൈക്ലി ടൈമാണ്, ടൈം എസ്റ്റിമേറ്റ് ആണ്. പിന്നെ അടുത്തത് എന്താ തന്നിരിക്കുന്നത്? B ആണ്. B എന്ന് പറഞ്ഞാൽ TPനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് വെച്ചാൽ പെസിമിസ്റ്റിക് ടൈം. അപ്പോൾ നിങ്ങൾ ഈ ബോക്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ എഴുതുക, TO, TM, TP, എസ്റ്റിമേറ്റഡ് ഡ്യൂറേഷൻ ഓർ ടൈം. അപ്പോൾ നമ്മൾ ഓരോ ആക്ടിവിറ്റിക്കും എടുക്കുന്ന സമയം എത്ര എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഇങ്ങനെ ബോക്സിനെ വീണ്ടും ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് തന്ന ക്വസ്റ്റ്യനിലുള്ള വാല്യൂസ് അതുപോലെ എഴുതി. TO അല്ലെങ്കിൽ എയുടെ വാല്യൂ ഇതായിരുന്നു, അത് അതുപോലെ നോക്കി എഴുതുക. TMൻ്റെ വാല്യൂ അതിൽ തന്നിട്ടുണ്ട്, അത് അതുപോലെ നോക്കി എഴുതി. പിന്നെ TPയുടെ വാല്യൂ അതുപോലെ എഴുതി. പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് എക്സ്പെക്റ്റഡ് ടൈം, അതായത് ഈ ഓരോ ആക്ടിവിറ്റിയും കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ഡ്യൂറേഷൻ, എക്സ്പെക്റ്റഡ് ടൈം എത്ര എന്നുള്ളത് കണ്ടെത്തുകയാണ്. അതിനുപയോഗിക്കുന്ന ഇക്വേഷനാണ് TO പ്ലസ് 4TM പ്ലസ് TP ഡിവൈഡഡ് ബൈ 6. ഇനി എന്ത് ചെയ്താൽ മതി? ഓരോ ആക്ടിവിറ്റിക്ക് നേരെയുള്ള TO, TM, TP അതെന്ത് ചെയ്യുക? ഈ ഇക്വേഷനിൽ കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ കണ്ടെത്തേണ്ട രീതി മാത്രം ഇവിടെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ 7 കിട്ടും. പിന്നെ അങ്ങനെ ഈ ഇക്വേഷനിൽ ഈ ഓരോ കറസ്പോണ്ടിങ് വാല്യൂസ് ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ ആൻസേഴ്സ് കിട്ടും. 6, 14 എന്ന രീതിയിൽ കിട്ടും. പിന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു കാര്യം കൂടി നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. TE മാത്രം കണ്ടെത്തിയാൽ പോരാ, സിഗ്മ സ്ക്വയർ അല്ലെങ്കിൽ ഇതിനെ വിളിക്കുന്നത് വാരിയൻസ്. ഓക്കെ, സിഗ്മ സ്ക്വയർ കൂടി കാണണം. അത് കാണാനുള്ള ഇക്വേഷൻ TP മൈനസ് TO ഡിവൈഡഡ് ബൈ 6 ഹോൾ സ്ക്വയർ എന്നാണ്. അതും ഇതേപോലെ ആക്ടിവിറ്റിയുടെ നേരെ TP ഏത് TO ഏതെന്ന് നോക്കിയിട്ട് അതിൽ ഫില്ല് ചെയ്യുക. ആദ്യത്തെ കേസിൻ്റെ മാത്രം ആ പ്രോസസ്സ് അവിടെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ആൻസർ 4 എന്നാണ്. ബാക്കി ഉള്ളതെല്ലാം നിങ്ങൾ തന്നെ ഇതേപോലെ വാല്യൂ അപ്ലൈ ചെയ്ത് കണ്ടെത്തുക. അപ്പോൾ ഇങ്ങനെ ആൻസർ വരും. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ കാണേണ്ടത്, നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ലാസ്റ്റ് ആ ഫിഗർ വരച്ച ശേഷം നമ്മുടെ ഈ പ്രൊജക്റ്റ് ടൈം, അതായത് ഈ പ്രൊജക്റ്റ് തീർക്കാൻ 40 ദിവസമാണ് വേണ്ടി വരിക. പ്രൊജക്റ്റ് നമുക്ക് തന്നിരിക്കുന്ന ഈ ഡാറ്റ എന്തിനെ ബേസ് ചെയ്തിട്ടുള്ള? ഏതോ ഒരു പ്രൊജക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ 40 ദിവസമാണ് വേണ്ടി വരിക എന്നതിനുള്ള ചാൻസ്, പ്രോബബിലിറ്റി എത്ര % ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കാണാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമുക്കറിയാം ഓൾറെഡി ഇവിടെ ക്രിട്ടിക്കൽ പാത്ത് നമ്മൾ ഓൾറെഡി കണ്ടെത്തിയിരുന്നു. ക്രിട്ടിക്കൽ പാത്ത് ഏതായിരുന്നു? 1 to 2, 2 to 3, 3 to 5,
5 to 6 8 എന്ന രീതിയിലായിരുന്നു. അതൊന്നും നമ്മളിവിടെ റൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ആ ക്രിട്ടിക്കൽ ആക്ടിവിറ്റി. പിന്നെ അതിൻ്റെ നേരെ വരുന്ന ക്രിട്ടിക്കൽ ആക്ടിവിറ്റിയുടെ ഈ റൗണ്ട് ചെയ്തിരിക്കുന്ന ഓരോന്നിൻ്റെയും നേരെ വരുന്ന ടൈം ഡ്യൂറേഷനും എഴുതിയിട്ടുണ്ട്. 7, 14, 11, 4 അതും ഒന്ന് റൗണ്ട് ചെയ്തു. പിന്നെ ഓരോ വാരിയൻസും റൗണ്ട് ചെയ്തിട്ടുണ്ട്. 4, 16, 4, 1 ഇതിൻ്റെ നേരെ വരുന്നത് കേട്ടോ. ആ വാല്യൂസ് ഒന്ന് റൗണ്ട് ചെയ്തിട്ട്, കാരണം നമുക്കത് ആവശ്യമുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം. നോക്കൂ, നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞത് ഒന്നും കൂടെ എടുത്ത് എഴുതിയെന്ന് മാത്രം. ക്രിട്ടിക്കൽ പാത്ത് 1 2 3 4 5 ആയിട്ടാണ്. ക്രിട്ടിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ അതൊന്ന് സെപ്പറേറ്റ് ചെയ്ത് എഴുതിയാൽ മതി. ഏതാണ് 1 2 2 3 3 5 5 8. പിന്നെ പ്രൊജക്റ്റ് ഡ്യൂറേഷൻ അപ്പോൾ എത്രയായിരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ വളരെ എളുപ്പമാണ്. എന്താണ്, ആ ആക്ടിവിറ്റിയിൽ വരുന്ന ടൈം ഒന്ന് കൂട്ടിയാൽ മതി. ഇനി നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഓൾറെഡി നമുക്ക് എന്ത് കിട്ടി, 1 2 ഓരോ ആക്ടിവിറ്റിയുടെയും ടൈം ഡ്യൂറേഷൻ ഇവിടെ കിട്ടിയിട്ടുണ്ടല്ലോ. അതപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അത് പറയാൻ വിട്ടുപോയതാണ്. ആ ഫിഗറിൽ ആരോ മാർക്കിൽ കൊടുക്കുക. അപ്പോൾ 1 2 2ൻ്റെ അവിടെ 7 എന്നാണ് കിട്ടിയത്. പിന്നെ 1 2 6ൻ്റെ 6 എന്നാണ് കിട്ടിയത്. അപ്പോൾ ഇവിടെ 6 എന്ന് എഴുതണം. ഓരോ ആരോ മാർക്കിലും അതിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ എഴുതി കൊടുക്കുക. ഇനി നമ്മൾ ഈ തന്നിരിക്കുന്ന പ്രൊജക്റ്റിൻ്റെ ടോട്ടൽ ടൈം എത്ര, ഡ്യൂറേഷൻ എത്ര എന്ന് ചോദിച്ചാൽ ഈ ക്രിട്ടിക്കൽ ആക്ടിവിറ്റിയിൽ വരുന്ന വാല്യൂസ് ആഡ് ചെയ്താൽ പോരെ. അതായത് ക്രിട്ടിക്കൽ ആക്ടിവിറ്റി ഇതല്ലേ, ഈ ഡബിൾ ലൈൻ അല്ലേ. അപ്പോൾ 7 + 14 + 11 + 4 അപ്പോൾ 36 എന്ന് വരും. അല്ലെങ്കിൽ ഇവിടെ നമ്മൾ റൗണ്ട് ചെയ്ത ഈ വാല്യൂസ് അങ്ങ് ആഡ് ചെയ്യാം. അപ്പോൾ അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. പ്രൊജക്റ്റ് ഡ്യൂറേഷൻ, എക്സ്പെക്റ്റഡ് പ്രൊജക്റ്റ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് എത്രയാണ്, ആ വാല്യൂസ് കൂട്ടി 36 വീക്സിനെ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, 36 വീക്സ് എന്ന് എഴുതാം. ഇനി പ്രൊജക്റ്റ് ലെങ്ത് വാരിയൻസ് എത്ര എന്ന് ചോദിച്ചാൽ, ടോട്ടൽ പ്രൊജക്റ്റ് ലെങ്ത് വാരിയൻസ് എത്ര എന്ന് ചോദിച്ചാൽ σ² നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് അവിടെയും നമ്മൾ റൗണ്ട് ചെയ്തത്. അതായത് σ² ഈ ക്രിട്ടിക്കൽ ആക്ടിവിറ്റിയുടെ നേരെ വരുന്ന വാല്യൂസ് എല്ലാം റൗണ്ട് ചെയ്യുക. σ² വരുന്ന വാല്യൂസ് അതെല്ലാം കൂടി ആഡ് ചെയ്യുക. അതാണ് അതിൻ്റെ ടോട്ടൽ വാരിയൻസ്. 4 + 16 + 4 + 1. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 4 + 16 അപ്പോൾ 25 എന്ന് വരും. ഇനി പ്രൊജക്റ്റ് ലെങ്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് വെച്ചാൽ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ വാരിയൻസിൻ്റെ റൂട്ടിനെയാണ് എന്താ വിളിക്കുന്നത്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ σ²ൻ്റെ റൂട്ട് എത്രയായിരിക്കും, സിഗ്മ. അപ്പോൾ സിഗ്മ = ഈ കിട്ടിയിരിക്കുന്ന വാല്യൂവിൻ്റെ റൂട്ട് കണ്ടാൽ പോരെ. അപ്പോൾ √25 = 5. അപ്പോൾ ഇതുകൂടി കാണണം. പ്രൊജക്റ്റ് ലെങ്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ = 5 എന്ന് കിട്ടും. ഇനി അടുത്തത് ഇവിടെ ഒരു കാര്യം ലാസ്റ്റ് നമ്മളോട് ചോദിച്ചതിലേക്ക് എത്തുന്നേ ഉള്ളൂ കേട്ടോ. എന്താ പറഞ്ഞിരിക്കുന്നത്, ദ പ്രോബിലിറ്റി ദാറ്റ് ദ പ്രൊജക്റ്റ് വിൽ ബി കംപ്ലീറ്റഡ് ഇൻ 40 days ഈസ് ഗിവൺ ബൈ. നമുക്ക് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതായിരുന്നു, തന്നിരിക്കുന്ന പ്രൊജക്റ്റ് 40 ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ആകും എന്നതിനുള്ള ചാൻസ് എത്ര % ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ പ്രോബബിലിറ്റി എന്നുള്ളതിനെ നമ്മൾ സാധാരണ റെപ്രസെൻറ്റ് ചെയ്യുന്നത് P എന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ്. അതാദ്യം മനസ്സിലാക്കുക. പിന്നെ P എന്ന് പറയുമ്പോൾ പിന്നെ ഇതിലൊരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കൂടി ഇതിൽ അപ്ലൈ ചെയ്യാനുണ്ട്. നോർമൽ ഡിസ്ട്രിബ്യൂഷനെ സാധാരണ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക Z എന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇക്വേഷനും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ തിയറി പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതൊന്നുകൂടി ഇങ്ങോട്ട് എടുത്ത് എഴുതിയെന്ന് മാത്രം. Z കാണാനുള്ള ഇക്വേഷൻ. ഹിയർ വി നോ ദ സ്റ്റാൻഡേർഡ് നോർമൽ വാരിയബിൾ. നോർമൽ വാരിയബിൾ കാണാനുള്ള ഒരു ഇക്വേഷൻ നിങ്ങൾ കഴിഞ്ഞ തിയറി പാർട്ടിൽ പഠിച്ചതാണ്. അതായത് Z എന്നാണ് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുക. Z = ഡ്യൂ ഡേറ്റ് മൈനസ് എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് കംപ്ലീഷൻ ഡിവൈഡഡ് ബൈ സിഗ്മ. സിഗ്മ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. ഇനി ഡ്യൂ ഡേറ്റ് മൈനസ് എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് കംപ്ലീഷൻ ഡിവൈഡഡ് ബൈ സിഗ്മ. അതല്ലെങ്കിൽ മറ്റൊരു രീതിയിലും നമുക്കിതിനെ എഴുതാം. ഓർ D = TS - TE ഡിവൈഡഡ് ബൈ 6. TS എന്ന് പറഞ്ഞാൽ ഷെഡ്യൂൾഡ് ടൈമിനെ വിളിക്കുന്നതാണ്. TE എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റഡ് ടൈമിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ക്ലിയർ ആയാലും ഇതിൻ്റെ ചെറിയൊരു നോട്ടാണ്. ഇനി നമുക്ക് അതിൻ്റെ ആൻസറിലോട്ട് പോവാം. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ പ്രോബബിലിറ്റി കാണാമെന്ന് പറയുമ്പോൾ P എന്നാണ് പ്രോബബിലിറ്റീനെ റെപ്രസെൻറ്റ് ചെയ്യുക എന്ന് ആദ്യം ഓർക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ ഡിയുടെ അല്ലെങ്കിൽ ഈ സെറ്റിൻ്റെ വാല്യൂ കാണുകയാണ്. രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ, ഒരേ ഇക്വേഷൻ ആണ്, ഒന്ന് മാറ്റി എഴുതിയെന്ന് മാത്രം. D = TS എന്ന് പറഞ്ഞാൽ എന്താണ്, ഷെഡ്യൂൾഡ് ടൈം. ഇവിടെ ഷെഡ്യൂൾഡ് ടൈം എന്ന് പറഞ്ഞ് നമുക്ക് തന്നിരിക്കുന്നത് എത്രയാണ്, 40 ദിവസത്തിനുള്ളിൽ തീർക്കും എന്ന രീതിയിലല്ലേ. അപ്പോൾ ഷെഡ്യൂൾഡ് ടൈം 40 മൈനസ് ഇനി എക്സ്പെക്റ്റഡ് ടൈം നമ്മളിവിടെ കണ്ടെത്തിയല്ലോ. എത്രയാണ് എക്സ്പെക്റ്റഡ് പ്രൊജക്റ്റ് ഡ്യൂറേഷൻ, 36 അല്ലേ. അപ്പോൾ TE = എത്ര വരിക, 36. അപ്പോൾ 40 - 36 ഡിവൈഡഡ് ബൈ 6. അപ്പോൾ ആൻസർ എത്ര കിട്ടി, 0.8 എന്ന് വന്നു. ഇനി
0.8 എന്നത് ഇനി നമ്മളൊന്ന് മാറ്റി എഴുതാം. അപ്പോൾ ഡിയുടെ വാല്യൂ 0.8 അല്ലേ. അപ്പം നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ ഇതിൻ്റെ എന്താ പറയുക, പൊതുവായ ഒരു രൂപം ഇങ്ങനെയാണ് വരിക പ്രോബബിലിറ്റിയുടെ കേസിൽ. എന്ന് വെച്ചാൽ പി ഓഫ് സെറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി. ഇത് ഇങ്ങനെ തന്നെ പഠിക്കാം, എല്ലാ പ്രോബ്ലത്തിലും ഇങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പോൾ പി ഓഫ് സെറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡിക്ക് പകരം നമുക്ക് കിട്ടിയ ആൻസർ എത്രയാ? 0.8. അതിവിടെ എഴുതി, ഡിക്ക് പകരം 0.8 എന്ന് എഴുതി. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? നിങ്ങളുടെ ലോഗരിതം ടേബിൾ എടുക്കാം. ആ ലോഗരിതം ടേബിളിൽ നിങ്ങൾക്ക് കാണാം 0.8. ലോഗരിതം ടേബിളിൽ നിങ്ങൾക്ക് കാണാം ഒരു പേജ്, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു പേജ് കാണാം. അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒരു വെൽ ഷേപ്പ്ഡ് സിമ്പലൊക്കെ കാണാം. ആ പേജിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു സിമ്പലൊക്കെ കാണാം. അതിൽ ആ പേജ് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? 0.8 എവിടെ കിടക്കുന്നത് നോക്കുക. അതിൻ്റെ നേരെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ ആ പേജിൽ നിങ്ങൾക്ക് കാണാം. 0.8ൻ്റെ നേരെ കാണാം 0.7881 എന്നുള്ള വാല്യൂ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ കയ്യിൽ ലോഗരിതം ടേബിൾ ഇല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത്. എന്താണ്? പി ഓഫ് സെറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി എന്ന ആ കോമൺ ഫോമിൽ ഡിയുടെ വാല്യൂ നമ്മൾ കണ്ടെത്തി. അപ്പോൾ ഡിക്ക് പകരം 0.8 എന്ന് കൊടുത്തു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് വേഗം ലോഗരിതം ടേബിൾ എടുക്കുന്നു. അതിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു പേജ് കാണാം, അത് സെലക്ട് ചെയ്യുക. അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു സിമ്പൽ, ഒരു ബെൽ ഷേപ്പ് സിമ്പലും നിങ്ങൾക്ക് കാണാം. അതിൽ 0.8ൻ്റെ നേരെ 0യിൽ നോക്കുക. അപ്പോൾ ആൻസർ കിട്ടുക, അതിൻ്റെ വാല്യൂ 0.7881 എന്നായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇപ്പോൾ ആൻസർ കിട്ടിക്കഴിഞ്ഞു. എന്താണ്? പ്രോബബിലിറ്റി എത്ര? 40 ദിവസത്തിനുള്ളിൽ ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ചാൻസ് ആണുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര പെർസെൻറ്റേജ് ചാൻസ് ആണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ തന്നിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടിയിട്ടുള്ള വാല്യൂവിനെ നമുക്ക് പെർസെൻറ്റേജിലേക്ക് മാറ്റാൻ എന്ത് ചെയ്താൽ മതി? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമ്മൾ അങ്ങനെയല്ലേ സാധാരണ ചെയ്യാറ്. അപ്പോൾ ഈ കിട്ടിയ വാല്യൂവിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് ആൻസർ കിട്ടി. 78.81% ചാൻസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഇനി ലാസ്റ്റ് അതൊന്ന് കൺക്ലൂഡ് ചെയ്യാണ്. ഇഫ് ദ പ്രൊജക്റ്റ് ഈസ് പെർഫോംഡ് 100 times അണ്ടർ ദ സെയിം കണ്ടീഷൻസ് ദർ വിൽ ബി 78.881 ഒക്കേഷൻസ് ഫോർ ദിസ് ജോബ് ഈസ് ടു ബി കംപ്ലീറ്റഡ് ഇൻ 40 days. അപ്പോൾ ഒരു വലിയ ക്വസ്റ്റ്യൻ ആണ് ഇത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നന്നായി ചെയ്ത് പഠിക്കുക. ഇതേ ക്വസ്റ്റ്യൻ തന്നെ നന്നായി ഒരു 3-4 തവണ നന്നായി ചെയ്ത് പഠിക്കുക. പിന്നെ ലോഗരിതം ടേബിളിൽ നോക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തായാലും ചോദിച്ചിരിക്കണം. ഇപ്പോൾ കയ്യിൽ നിങ്ങൾക്ക് കാണിക്കാനായിട്ട് ലോഗരിതം ടേബിൾ ഇല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ വിശദമായിട്ട് പറഞ്ഞു തന്നത്. ഓക്കെ, ഒന്നുമില്ല, ലോഗരിതം ടേബിളിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്നൊരു പേജ് കാണാം, അതെടുക്കുക. അതായത് ഈ സിമ്പലാണ് അതിൻ്റെ ആ പേജിൻ്റെ മുകളിൽ കാണാം. അതിൽ 0.8 എവിടെ കിടക്കുന്നു നോക്കുക, അതിൻ്റെ നേരെ വരുന്ന വാല്യൂസ് നോക്കുക. ഇതായിരിക്കും അതിൻ്റെ നേരെ വരുന്നത്, അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം, വലിയ പണിയൊന്നുമില്ല. എന്നിട്ട് അതിനെ പെർസെൻറ്റേജിലേക്ക് മാറ്റുക. അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഒന്നുകൂടി പറയാം, ഈ ക്വസ്റ്റ്യൻ എങ്ങനെ വന്നു, എങ്ങനെ ചെയ്തു എന്നൊക്കെ നോക്കൂ. ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ. ഇവിടെ ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ഡ്യൂറേഷൻ തന്നിട്ടില്ല അല്ലേ. പക്ഷെ നമുക്കത് കണ്ടെത്താം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? പ്രൊജക്റ്റിൻ്റെ നെറ്റ്വർക്ക് വരയ്ക്കണം, പിന്നെ 40 ദിവസത്തിനുള്ളിൽ ഈ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ചാൻസ് എത്രയാണെന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്തെല്ലാം കണ്ടെത്തി? ആദ്യം നമ്മൾ അതിൻ്റെ ഫിഗർ വരച്ചു അല്ലേ. ഫിഗർ വരച്ചിട്ട് പിന്നെ എന്താ ചെയ്തത്? ഫോർവേഡ് പാസ് കാൽക്കുലേഷൻ, ബാക്ക്വേർഡ് പാസ് കാൽക്കുലേഷൻ, ആ വാല്യൂസ് ഒക്കെ കണ്ടെത്തി അത് ഇതിൽ എഴുതി. പിന്നെ അതിൻ്റെ ക്രിട്ടിക്കൽ പാത്ത് കണ്ടെത്തി, ക്രിട്ടിക്കൽ ആക്ടിവിറ്റി കണ്ടെത്തി. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? അതിൻ്റെ ബോക്സ് ക്രിയേറ്റ് ചെയ്തു. ബോക്സിൽ എന്തൊക്കെ ഉൾപ്പെടുത്തി? ആക്ടിവിറ്റി, അതുപോലെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിൽ വരുന്ന എല്ലാ വാല്യൂസും എഴുതി. പിന്നെ TE എന്ന് വെച്ചാൽ ഓരോ ആക്ടിവിറ്റിയുടെയും ഡ്യൂറേഷൻ കണ്ടെത്തി, അതിനുള്ള ഇക്വേഷൻ വെച്ചിട്ട് കണ്ടെത്തി. പിന്നെ വാരിയൻസ് കണ്ടെത്തി, കാരണം വാരിയൻസ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ആവശ്യമുണ്ട്, അതുകൊണ്ട് ഈ ബോക്സ് കൂടി ക്രിയേറ്റ് ചെയ്തു ആ ഇക്വേഷൻ വെച്ചിട്ട്. പിന്നീട് നമ്മൾ എന്താ ചെയ്തത്? ആ കിട്ടിയ ആൻസർ ഒന്നുകൂടി ഇവിടെ എടുത്ത് എഴുതിയെന്ന് മാത്രം. ക്രിട്ടിക്കൽ പാത്ത്, ക്രിട്ടിക്കൽ ആക്ടിവിറ്റി, പിന്നെ ടോട്ടൽ പ്രൊജക്ട് ഡ്യൂറേഷൻ അത് കണ്ടെത്തി. ലെങ്ത് വാരിയൻസ് എങ്ങനെ കാണാമെന്ന് മനസ്സിലായല്ലോ. ആ കോളത്തിൽ ഈ ആക്ടിവിറ്റിയുടെ നേരെ വരുന്നതൊക്കെ നമ്മൾ റൗണ്ട് ചെയ്തിരുന്നു, അതൊക്കെ ആഡ് ചെയ്തു. പിന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഈ സിഗ്മ സ്ക്വയറിൻ്റെ റൂട്ട് കാണേണ്ട സ്റ്റാൻഡേർഡ് ഡീവിയേഷനായി 5 ആയി. പിന്നെ നമ്മൾ ലാസ്റ്റ് എന്ത് ചെയ്തു? പ്രോബിലിറ്റി കാണുകയാണ്. പ്രോബിലിറ്റിയുടെ കോമൺ ഫോം ഇങ്ങനെയാണെന്ന് പഠിച്ചു വെക്കുക. P of Z ലെസ് ദാൻ ഓർ ഈക്വൽ ടു D. ഈ D കാണാനുള്ള ഇക്വേഷനാണ് ഇവിടെ ഈ തന്നിരിക്കുന്നതിൽ ഏതെങ്കിലും ഒന്ന്, രണ്ടും ഒന്ന് തന്നെയാണ്. TS - TE/6 അതിൽ അപ്ലൈ ചെയ്തപ്പോൾ ഡിയുടെ വാല്യൂ 0.8 എന്ന് വന്നു. പിന്നീട് ഇതിൽ അപ്ലൈ ചെയ്തപ്പോൾ ആ സെറ്റിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0.8 അല്ലെങ്കിൽ 0.8
ചെറുതാണ്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്തു, ലോഗരിതം ടേബിളിൽ എടുത്തിട്ട് അതിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള പേജ് സെലക്ട് ചെയ്തു. അതിൽ ആൻസർ നോക്കിയപ്പോൾ ഇതാണ് കിട്ടിയത്. പിന്നീട് അതിനെ പേഴ്സൻറ്റേജിലേക്ക് മാറ്റാൻ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്താ പറയുക, 40 ദിവസത്തിനുള്ളിൽ ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ഉള്ള ചാൻസ് എത്ര പെർസെൻറ്റേജാണ്? 78.81% മനസ്സിലായി. ക്ലിയർ ആണല്ലോ ഈ പ്രോബ്ലം? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഓക്കെ.